നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യ മൂവ്മെന്റ് ഒരു സ്പെഷ്യൽ കേസായിരുന്നുവെന്ന്, അതൊരു സവിശേഷമായ സന്ദർഭമായിരുന്നുവെന്നും അതിന്റെ തുടർച്ച വേണ്ടതില്ല എന്നും പറയാതെ പറയുകയാണ് RSSന്റെ മേധാവി മോഹൻ ഭഗവത്. എല്ലാ പള്ളികളുടെ അടിയിലും പോയി ശിവലിംഗം തിരയേണ്ടതില്ല എന്ന പണ്ടത്തെ പ്രസ്താവനയുടെ ഒരു തുടർച്ച എന്നോണം അദ്ദേഹം ബാബരി മസ്ജിദിന് പിന്നാലെ മറ്റെല്ലാ പള്ളികളിന്മേലും അവകാശവാദം സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ പദ്ധതിക്ക് തൻ്റെ നിലപാട് അനുഗുണമല്ല, ഒപ്പമല്ല ഉള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അത്തരം സംഘർഷങ്ങളുടെ ചരിത്രവും വർത്തമാനവുമല്ല ഇന്ത്യക്ക് വേണ്ടത് എന്നുകൂടി പറയുകയാണ്. RSSൽ നിന്ന് അസാധാരണമായൊരു വാചകം വീണ്ടും നമ്മൾ കേൾക്കുന്നു. പക്ഷേ RSS നേതാവ് ആവർത്തിച്ചു പറയുന്ന ഇത്തരം സമാധാനത്തിൻ്റെയും രഞ്ജിപ്പിൻ്റെയും സമന്വയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയൊന്നും വാചകം പുലർന്നു കാണുന്നില്ല അവരുടെ പാളയത്തിൽ നിന്നു തന്നെ. അത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷവും പള്ളികൾക്കുമേലുള്ള അവകാശവാദങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആക്രോശങ്ങൾ പിന്നെയും ഹിന്ദുത്വ സംഘങ്ങൾക്കിടയിൽ നിന്ന് കേൾക്കുന്നു. RSS മേധാവി പറയുന്നതിന് സമാനമായ തരത്തിലുള്ള നിലപാടുകളോ വർത്തമാനങ്ങളോ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, വിപരീത ദിശയിലാണ് അതിൻ്റെ സഞ്ചാരം പലപ്പോഴും. അപ്പോൾ സംഘപരിവാറിൻ്റെ പാളയത്തിൽ നടക്കുന്നത് എന്താണ്? പുറത്ത് ഒന്ന് പറയുകയും ലോകത്തിനാകെ കേൾക്കാനുള്ള ഒരു മൈക്ക് കിട്ടുമ്പോൾ സഹവർത്തിത്വത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പ്രസംഗിക്കുന്ന നാട്യമാണോ RSS നേതാവിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്? അവർ പക്ഷേ അടിയിലൂടെ നടപ്പിലാക്കുന്നത് വിഭജന അജണ്ട തന്നെയാണോ? അതോ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നരേന്ദ്രമോദി എന്ന പുതിയ ബിംബം രൂപപ്പെട്ടു വരുന്നതിൽ പലപ്പോഴും അസ്വസ്ഥമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വർത്തമാനങ്ങൾ RSS ചീഫിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇനിയും ഒരു സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് പുതിയ നേതാക്കൾ ഉരുവം കൊള്ളുന്ന ഏർപ്പാട് വേണ്ട എന്ന് മോഹൻ ഭഗവത് സ്പഷ്ടമായി പറയുന്നത് പഴയ കലാപങ്ങളിലൂടെ ഉയർന്നു വന്ന നേതാക്കൾ RSSന് മേലെ വളർന്നു വലുതാവുന്നതിലുള്ള അതൃപ്തി പ്രകടമാക്കലാണോ? അങ്ങനെയെങ്കിൽ അതൊരു വിഭജനത്തിൻ്റെ, വിഭാഗീയതയുടെ, ആന്തരിക സംഘർഷങ്ങളുടെ ഒരു പ്രകടോദാഹരണമായി എടുക്കാൻ കഴിയുന്ന കാര്യമാണോ? സത്യത്തിൽ എന്താണ് മോഹൻ ഭാഗവത് പറയുന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്? RSSന് രണ്ട് നാക്കാണോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പമുള്ളത് ശ്രീ രാജു പി നായർ, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIMൽ നിന്ന്, രാഹുൽ ഈശ്വർ വലത് നിരീക്ഷൻ, മിഥുൻ വിജയകുമാർ നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ഞാൻ രാഹുലിലേക്ക് നിന്ന് പോട്ടെ. രാഹുൽ, ഈ RSSന്റെ ചീഫ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം സമന്വയത്തിൻ്റെ വർത്തമാനം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ ശിവലിംഗം എല്ലാ പള്ളിയുടെ അടിയിലും പോയി തിരയേണ്ടതില്ല എന്ന് അദ്ദേഹം 2022 പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നമുക്ക് ബാബരി മസ്ജിദിന് പിന്നാലെ അത്തരം സംഘർഷ ചരിത്രം ആവർത്തിക്കാൻ പാടില്ല എന്ന്. പക്ഷേ RSSന്റെ ചീഫ് എന്ന് പറയുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരമോന്നത സ്ഥാനീയനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നതൊന്നും നടന്നു കാണുന്നില്ല. BJPയുടെ സർക്കാരിലും ഹിന്ദുത്വ ഗ്രൂപ്പുകളിലും ഫ്രിഞ്ച് ഗ്രൂപ്പുകളിലും ഒരിടത്തും. അപ്പോൾ അദ്ദേഹം ആളെ കബളിപ്പിക്കാൻ വ്യാജം പറയുന്നു എന്നാണോ നമ്മൾ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കേണ്ടത്? രാഹുൽ എന്താണ് തോന്നുന്നത്? ശ്രീ നിഷാദ്, ഞാനൊക്കെ അങ്ങയുടെ പരിപാടിയിൽ വന്ന് വർഷങ്ങളായി പറയുന്ന ഒരു ആംഗിളാണ് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി പറയുന്നത്. ഇതിനെ നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. ഞാൻ ഒരു മിനിറ്റിലുള്ളത് ബ്രീഫ് ചെയ്യാം. അതായത് നമ്മൾ ഏത് നിലപാട് തറയും ഇത് കാണുന്നു എന്നനുസരിച്ച് മനസ്സിലാവും. ശ്രീ നിഷാദ് തുടങ്ങിയപ്പോൾ തന്നെ പറയുണ്ടായി, നിഷാദ് ഒരു മതേതരവാദിയാണ്, രാജു പി നായർ സാർ വളരെ സെക്കുലറും പ്രോഗ്രസീവുമാണ്, നമ്മുടെ മിഥുൻ നാഷണലിസ്റ്റ് ആണ്, നമ്മുടെ CPMലെ അനിൽകുമാർ സാർ പുരോഗമനവാദിയാണ്, ഞാൻ പക്ഷേ കയ്യിൽ സ്വസ്തികം പച്ചകുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. ഹിന്ദുത്വവാദിയല്ല, പക്ഷേ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. ഞാൻ ജാതിവാദിയാണ്, മതവാദിയാണ്. എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടും കൂടെ കേൾക്കണം. അതായത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ജനസംഖ്യയിൽ 3 മുതൽ 5% വരെ ഞങ്ങൾ ബ്രാഹ്മണരുള്ളൂ. ഇവരിൽ 99% ആൾക്കാരും പാവങ്ങളും സാധുക്കളുമാണ്. എന്നാൽ ബാക്കി വരുന്ന 1% ഈ ഗോഡ്സേവാദികൾ, മഹാത്മാഗാന്ധിയെ കൊല്ലാൻ കോപ്പ് കൂട്ടുന്നതെല്ലാം ഈ ഗോഡ്സേവാദികളാണ്. മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിൽ ബഹുഭൂരിപക്ഷവും ഈ ബ്രാഹ്മണിക്കൽ തീവ്രവാദികളാണ്, നല്ല ബ്രാഹ്മണരല്ല, ബ്രാഹ്മണിക്കൽ തീവ്രവാദികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തും നറേറ്റീവിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ ഈ അമ്പലവും പള്ളി പ്രശ്നവും വേണം. അതായത് ഞങ്ങളുടെ അമ്പലം നിങ്ങൾ ഇല്ലാതാക്കി എന്ന് മുസ്ലിങ്ങളെ പറഞ്ഞ് മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി ഏതെങ്കിലും ഒരു സ്പർദ്ധ ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അത് ഞാൻ പറയുന്നതിന്റെ കാരണം, ഇത് തുറന്നു പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലെ ആൾക്കാരെ തിരുത്തിയില്ലെങ്കിൽ ഇത് മാറില്ല. ഇത് അമ്പലവും പള്ളിയും തന്നെ വേണമെന്നൊന്നുമില്ല. ഇത് ലവ് ജിഹാദ് ആകാം, ലാൻ ജിഹാദ് ആകാം, ഹലാൽ ജിഹാദ് ആകാം, ഇന്നലെ സാന്റാക്ലോസിന്റെ ഡ്രസ്സ് അടുപ്പിച്ചതാകാം, അല്ലെങ്കിൽ മറ്റേ എന്തിനാണ് ക്രിസ്മസ് നമ്മുടെ VHP-കാർ പാലക്കാട് ചെയ്തതാകാം. അപ്പൊ എപ്പോഴും അപ്പുറത്തൊരു ശത്രുവിനെ വേണം. ആ ശത്രുവിനെ വെച്ചാണ് ഞങ്ങൾ എനർജൈസ്
അനലൈസ് ചെയ്യുന്നത്. പൂജനീയ സർസംഘ്യാല പറഞ്ഞ ഒരു വാക്കും കൂടെ ശ്രദ്ധിക്കണം, പുതിയ നേതാക്കൾ ഉണ്ടാകാൻ ശ്രമിക്കുന്നു. എങ്ങനെയാ നേതാക്കൾ ഉണ്ടാകുന്നത്? ഈ ഹിന്ദു മുസ്ലിം അലമ്പുണ്ടാക്കിയാലേ നേതാക്കൾ ഉണ്ടാകും. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എന്താ പറയണേ മുസ്ലിം വിരോധം സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പഴയ അടുപ്പക്കാരനായ നല്ല കോൺഗ്രസ്സുകാരനായിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയാണ്. പുള്ളി അറിഞ്ഞിട്ടൊന്നും വല്ലത് ചെയ്യുന്നത്. പുള്ളി ഇത് ചെയ്യുന്നതിന്റെ റീസൺ അങ്ങനെ ചെയ്താലേ പുള്ളിക്ക് സ്റ്റാർ ആവാൻ കഴിയും. നല്ലൊരു ശതമാനം BJP നേതാക്കളും വ്യക്തിപരവും അറിയാവുന്ന ആളാണ് ഞാൻ. ഒരു മിഡിൽ ടു ടോപ്പ് BJP നേതാക്കൾക്കൊന്നും ഇസ്ലാമോഫോബിയ ഇല്ല. അതാണ് പ്രശ്നം. ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് അഭിനയിക്കുകയാണ്. മുസ്ലിം BJP നേതാക്കൾക്ക് ആത്മാർത്ഥമായി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രകടമല്ല. അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആശയം ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കുകയും ആളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് എന്ന് കണ്ടാൽ മതിയല്ലോ. അതിന്റെ ഉത്തരവാദിത്വം അവർ ഏൽക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല, രാഹുലിനെ പുറത്തു നോക്കും എന്നാണ് തോന്നുന്നത്. രാഹുലിലേക്ക് തന്നെയാണ്. രാഹുൽ, ഞാൻ ചോദിക്കുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഇവിടുത്തെ പരമോന്നത സ്ഥാനീയൻ ആരാണ് എന്ന് ചോദിച്ചാൽ RSSന്റെ സർസംഘചാലകായ മോഹൻ ഭാഗവതാണ്. ഇപ്പോൾ ആരായാലും സർസംഘചാലകാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, RSS എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പേരന്റ് ഓർഗനൈസേഷനാണ് എന്ന കാര്യം ഓർക്കണം. അദ്ദേഹം പറയുന്നു, നമുക്ക് ഈ പള്ളികൾ മേലുള്ള അവകാശ തർക്കത്തിന്റെ ഒരു തുടർച്ച വേണ്ട, നമുക്ക് എല്ലാ പള്ളികളുടെയും താഴെ ശിവലിംഗമുണ്ട് എന്ന് ചിന്തിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആ പറയുന്നത് എത്ര ആത്മാർത്ഥമാണ് എന്നാണ് ചോദ്യം. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ പറയുന്ന റിഫ്റ്റ് ഇവിടെ ഉണ്ടാവില്ല, ഈ പറയുന്ന അവകാശ തർക്കങ്ങൾ, സമ്പൽ, വെടിവെപ്പ്, ആൾമരണം ഇതൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് അദ്ദേഹം വ്യാജം പറഞ്ഞ് വേറെ ഒരു ഇമേജ് ലോകത്തിന് മുമ്പിൽ RSS ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അകത്ത് ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഏതാണ് ശരിയെന്നാണ് രാഹുൽ? 100% അദ്ദേഹം പറയുന്നത് ന്യായവും സത്യവുമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ വർഷം അമ്പലങ്ങളുടെ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നിരുന്നു. ഞാൻ അതിലെ ഒരു സ്പീക്കറായിരുന്നു. വളരെ ഓണസ്റ്റ് ആണ്, സിൻസിയറാണ്. പക്ഷേ വേണ്ട രീതിയിൽ താഴെ തട്ടിലേക്ക് എത്തുന്നുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. സംശയമൊന്നുമില്ല. ഒറ്റവാദത്തിൽ പറഞ്ഞ പോലെ RSS സുഘടിതമായ ഒരു പ്രസ്ഥാനമാണ്. എന്ത് മുകളിൽ തീരുമാനിച്ചാലും താഴെ എത്തിക്കാനൊക്കെയുള്ള സംവിധാനം അവർക്കുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടന്നു കാണുന്നില്ലേ? ഞാൻ പറഞ്ഞ മുകളിൽ പറയുന്ന ആശയം താഴേക്ക് എത്തുന്നില്ലേ? ഇപ്പോൾ ഓർഗനൈസർ വരുന്ന ലേഖനം വേറെയാണ്. രാഹുൽ വായിച്ചു കാണുമല്ലോ. ഓർഗനൈസർ സർസംഘചാലകന്റെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നതേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ ചോദ്യം, എന്റെ പോയിന്റ് ഇതാണ്. RSSന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷിയില്ല പറയുന്ന കാര്യങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കാൻ എന്ന് പറയാൻ പാടില്ല. അപ്പൊ അദ്ദേഹം ഒരു കാര്യം വെറുതെ പറയുകയാണ്, സത്യത്തിൽ പ്ലാൻ അതല്ല. അല്ല, അങ്ങയുടെ പൊളിറ്റിക്കൽ സ്കോറിങ്ങിന് വേണ്ടി പറയണം, ഞാൻ മാറ്റി വെക്കുന്നു, അതിന് മറുപടി പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും? RSS ബ്രാഹ്മണർക്ക് കുറച്ച് അപ്പർ ഹാൻഡ് ഉള്ള, സവർണ ഹിന്ദുക്കൾക്ക് നല്ല പ്രാതിനിധ്യമുള്ള ഒരു ഹിന്ദു സംഘടന. ഇത്രയേ ഉള്ളൂ RSS. ബ്രാഹ്മണർക്ക് റെപ്രസെന്റേഷൻ ഉള്ള, സവർണ ഹിന്ദുക്കൾക്ക് നല്ല പ്രാതിനിധ്യമുള്ള ഒരു ഹിന്ദു സംഘടന. 2, ഹിന്ദുത്വമല്ല RSSന്റെ അടിസ്ഥാനം. ഹിന്ദുത്വം യഥാർത്ഥത്തിൽ വീര സവർക്കറുടെ അടിസ്ഥാനമാണ്. അതായത് ഗുരുജി ഗോൾവൽക്കറും വീര സവർക്കറും പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ളവരായിരുന്നു. ഗുരുജി ഗോൾവൽക്കർ കൂടുതൽ ഗാന്ധിജിയോടാണ് അടുത്ത് നിന്നത്. ആദ്യ കാലത്ത് ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റുകാരനും ശത്രുവാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് മാറി ഒരു മിതവാദ ലൈനിലേക്ക് അവർ വരികയുണ്ട്. അതുകൊണ്ട് ഒറ്റ ഓർക്കേണ്ട കാര്യമേ ഉള്ളൂ, RSS ഈസ് നോട്ട് ദ പ്രോബ്ലം, ബട്ട് RSS ക്യാൻ ബി ദ പാർട്ട് ഓഫ് എ സൊല്യൂഷൻ. RSS ഒരു പ്രശ്നമല്ല, പകരം RSSന് പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമാകാൻ കഴിയും. അതിനാണ് പ്രണബ് മുഖർജി രാഹുൽ എന്താണ് ഇപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാകാത്തത്? RSS പറയുന്ന ഒരു പോയിന്റ്, ഇന്ത്യയിലെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ്, അതിന് ചീഫ് പറയുന്നു നമുക്ക് സംഘർഷങ്ങൾ വേണ്ട എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് ഈ സർക്കാരിന്റെ ഒരു പ്രഥമ നയമായി മാറാകാത്തത് എന്ന് മാത്രമല്ല, ഓർഗനൈസറിന്റെ എഡിറ്റർ എഴുതുന്ന ലേഖനത്തിൽ എന്തുകൊണ്ടാണ് RSS ചീഫിന്റെ ഈ നിലപാട് ആവർത്തിക്കപ്പെടാത്തത്? ആ പ്രശ്നമുണ്ടല്ലോ അവിടെ. അവിടെയാണ് അതിശക്തമായി ഓർക്കണം, അതിശക്തമായി RSSന്റെ ഉള്ളിൽ നിന്ന് പോലും വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മോഹൻ ഭഗവത് ജി സ്റ്റാൻഡ് എടുക്കുന്നത്. മോഹൻ ഭഗവതിനെ ഒറ്റക്കെടുത്താൽ മതി. ഞാൻ ഒരു വരി പറഞ്ഞു തീർത്തോട്ടെ. അതിശക്തമായി തമിഴാണ് സംസ്കൃതത്തെക്കാൾ പഴയതെന്ന് 5 പ്രാവശ്യം നരേന്ദ്രമോദി പറയുമ്പോൾ കൂടെ ഉള്ളവരുടെ ചീത്ത കേട്ടുകൊണ്ടാണ് പുള്ളി പറയുന്നതെന്നുള്ള തിരിച്ചറിയുന്ന നമുക്ക് വേണം. അതിശക്തമായി ഗാന്ധിജിയാണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ, മോഹൻ ഭഗവത്ജിയും മോദിജിയും പറയുമ്പോൾ ഒരു തീവ്ര ഹിന്ദുത്വ ലോബി അതിനെ എതിർക്കുന്നുണ്ട്. അത് മോസ്റ്റ്ലി അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് ബ്രാഹ്മണിക്കൽ വാദികളാണ്. ഇത് ചെയ്യുന്ന വിഷ്ണു ജെയിനെയൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ജെയിൻ വേറൊരു കാര്യമാണെങ്കിലും വിഷ്ണു ആകട്ടെ, ഹരിശങ്കർ ജെയിൻ സാർ ആകട്ടെ, വിഷ്ണു ഗുപ്ത ആകട്ടെ, ഇവരൊക്കെ ലീഡർഷിപ്പ് മൊമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ശംഭലിൽ അങ്ങനെ ഒരു, അജ്മേർ ദർഗയിൽ അങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ ഇവിടെയില്ല. അജ്മേർ ദർഗയിൽ നമ്മുടെ മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും അടക്കം ചെന്ന് പ്രണമിക്കുന്ന സ്ഥലമാണ്. ചോദ്യമാണ്, വിഷ്ണു ശങ്കർ ജെയിൻ ഒക്കെ ഒറ്റപ്പെട്ട ആളുകളാണോ എന്ന് ചോദിക്കുമ്പോൾ, വിഷ്ണു ശങ്കർ ജെയിൻ കൊണ്ടുവരുന്ന ഹർജി, അതിന്മേൽ വരുന്ന വിധി,
അതിൻ്റെ നടത്തിപ്പുകാരനായി മാറുകയും അതിൻ്റെ രാഷ്ട്രീയ ജിഹോയായി മാറുകയും ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനകത്തെ പ്രധാനിയായ യു പി മുഖ്യമന്ത്രിയാണ്. അവിടെ RSSന്റെ ചീഫ് വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, മിഥുൻ വിജയകുമാർ, താങ്കളുടെ ടേക്ക് എന്താണ്? RSSന്റെ ചീഫ് സഹവർത്തിത്വത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആവർത്തിച്ച് കാണുന്നു കഴിഞ്ഞ 3 വർഷമായി. പക്ഷെ നടക്കുന്നത് നേരെ തിരിച്ചാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നതാണോ കാണുന്നത്, അതോ അദ്ദേഹം പുറത്തൊന്ന് പറഞ്ഞിട്ട് അകത്ത് വേറെ നടപ്പിലാക്കുന്നതാണോ കാണുന്നത്? എന്താണ് ശരിക്കും നടക്കുന്നത്? നോക്കൂ നിഷാദ്, ഇവിടെ നിഷാദ് ഒരു പക്ഷേ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, RSSന്റെ ചീഫ് ആണെങ്കിലും ഇപ്പം നിഷാദ് നേരത്തെ റെഫറൻസ് എടുത്തുകൊണ്ടുള്ള ഓർഗനൈസറിന്റെ ആർട്ടിക്കിൾ ആണെങ്കിലും ഞാൻ ആ ആർട്ടിക്കിൾ വായിച്ചു. ഇത് രണ്ടും ആക്ച്വലി പറയുന്നത് ഒരേ കാര്യമാണ്. ഇവിടെ നമുക്കൊരു സെക്യുലറിസം എന്ന ഒരു കോൺസെപ്റ്റിനെ വളർത്താൻ വേണ്ടിയുള്ള 2 ആശയങ്ങളാണ് ഇത് പങ്കുവെക്കുന്നത്. അപ്പൊ ഈ 2 ആശയങ്ങളും വരുന്നത് ഒരേ സോഴ്സിൽ നിന്നാണ്. അത് ഒരു പക്ഷേ ഹിന്ദുയിസത്തിന്റെ ബ്യൂട്ടിയും അല്ലെ സനാതന ധർമ്മത്തിന്റെ ബ്യൂട്ടിയും അത് തന്നെ ആയിരിക്കാം കേട്ടോ. കാരണം ഇവിടെ വിമർശകരുണ്ട്, ഏത്തീസ്റ്റുകളുണ്ട്, എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിച്ച ഒരു കോൺസെപ്റ്റ് ആണ് സനാതന ധർമ്മം. അപ്പം ഈ പറഞ്ഞ പോലെ RSSന്റെ സർസംഘ് ചാലക് ഒരു കാര്യം പറയുന്നു, പക്ഷേ ഓർഗനൈസറിന്റെ മൗത്ത് പീസിൽ വരുന്ന ആർട്ടിക്കിൾ മറ്റൊരു കാര്യം പറയുന്നു. എനിക്ക് തോന്നുന്നു ആദിത്യ കശ്യപ്പിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഹീലിംഗ് ഹിസ്റ്റോറിക്കൽ വൂൺസ് എന്ന കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പം ഹിസ്റ്റോറിക്കൽ വൂൺസിനെ ഹീൽ ചെയ്യണമെങ്കിൽ അതിനെ ആദ്യം അക്നോളജ് ചെയ്യണം എന്ന കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പം ഹിസ്റ്റോറിക്കൽ വൂൺസ് എന്താണ്? അപ്പൊ നമ്മളിവിടെ ബ്രിട്ടീഷ് കൊളോണിയൽസിനെ കുറിച്ചൊക്കെ ശശി തരൂരൊക്കെ എന്താ പറയുക ലണ്ടനിലൊക്കെ പോയിട്ട് സംസാരിക്കും. പക്ഷെ അതിന് മുഗൾ കൊളോണിയലിസം അതൊരിക്കലും നമ്മൾ അക്നോളജ് ചെയ്യാത്ത ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ കുറിച്ച് വലിയ തോതിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ മുഗൾ കൊളോണിയലിസം വന്നതിന് ശേഷം കൊളോണിയലൈസേഷൻ ഓഫ് ഗവർണൻസ്, കൊളോണിയലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, കൊളോണിയലൈസേഷൻ ഓഫ് ഇക്കണോമി ഈ 3 കാര്യങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ഈ കാര്യത്തെ നോക്കിക്കാണുക. അപ്പം ഒരു കാലത്ത് എന്താ പറയുക അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടരായിരുന്നു ഹിന്ദുക്കൾ എന്ന ഒരു കോൺസെപ്റ്റ് ആണ് മറ്റൊരു വിഭാഗം RSSനകത്തുള്ള അല്ലെങ്കിൽ ഹിന്ദുയിസത്തെ എന്താ പറയുക ഹിന്ദുയിസത്തിന് വേണ്ടിയിട്ടുള്ള ഹിന്ദുയിസത്തിന്റെ മൗത്ത് പീസ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നതെങ്കിൽ RSSന്റെ സർസംഘ് ചാലക് പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. ആക്ച്വലി അദ്ദേഹം പറഞ്ഞത് എല്ലാ എന്താ പറയുക എല്ലാ മോസ്കിനടിയിലും ഒരു അമ്പലം ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്നതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മുഗൾ ആൻഡ് ബ്രിട്ടീഷ് ഭരണം രണ്ടിനെയും ഒരുപോലെ എടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. അത് പക്ഷേ കുറച്ചൊരു വിശാലമായ ചർച്ച ആവശ്യപ്പെടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ പോയിന്റ് ഇതാണ്. RSSന്റെ സർസംഘ ചാലക് സംഘർഷങ്ങളില്ലാത്ത, അവകാശ തർക്കങ്ങളുടെ പേരിലുള്ള കലാപങ്ങളില്ലാത്ത കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നിരന്തരമായ അവകാശ തർക്കങ്ങളും സംഘർഷങ്ങളും പോലീസ് വെടിവെപ്പുകളും ആൾമരണങ്ങളും ഉണ്ടാവുന്നു. അപ്പോൾ എന്തുകൊണ്ട് RSS ചീഫ് പുറത്തു പറയുന്ന ഈ കാര്യം, വിഭാവനം ചെയ്യുന്ന ഈ നവലോകം സാധ്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിലെ പ്രധാന ആളുകൾ നിൽക്കുന്നില്ല എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് നിരന്തരമായി ഒരേ പണി ഈ UP എടുത്തുകൊണ്ടിരിക്കെ അതിന് കുറുകെയുള്ള ഒരു വർത്താനം ആര് പറയാണ്? ചീഫ് പറയാണ്. അപ്പൊ സത്യത്തിൽ ചീഫ് ലോകത്തെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. RSS ഒരു മിതവാദ സംഘടനയാണ്, RSS ഒരു സമാധാന സംഘടനയാണെന്ന് ഉലകത്തെ പറ്റിക്കാൻ നടത്തുന്ന പ്രഭാഷണങ്ങളല്ലാതെ സത്യത്തിൽ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല എന്നല്ലേ കാണേണ്ടത്? ഒരിക്കലല്ല. കാരണം BJPയിൽ തന്നെ ഉള്ള പല നേതാക്കളും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് രാം മന്ദിർ അല്ലെങ്കിൽ കാശി വിശ്വനാഥ് ഒക്കെ ഞങ്ങളുടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഹിന്ദുക്കളുടെ ഇമോഷണൽ സെന്റിമെന്റ്സിനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് കരുതി എല്ലാ മോസ്കിന് കീഴിലും ഒരു അമ്പലമുണ്ട് എന്ന് തിരയാൻ പോകുന്ന ആളുകളൊന്നും അല്ല RSSകാർ അല്ലെങ്കിൽ BJPക്കാര്. അപ്പം BJPയുടെ പല ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല BJP ഒരു സെക്യുലർ പാർട്ടിയായി എന്താ പറയുക BJP അങ്ങനെ കാണാൻ ആളുകൾ തുടങ്ങി. BJP ഒരു സെക്യുലർ പാർട്ടി തന്നെ ആയിരുന്നു എല്ലാ കാലത്തും. പക്ഷേ BJPക്ക് ഒരു എന്താ പറയാ എക്സ്ട്രീം റൈറ്റ് വിങ് പൊസിഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ ചില മാധ്യമങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചു. കേരളത്തിലെ വലിയ വലിയ ക്യാമ്പയിൻസ് ഒക്കെ BJP ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് ആയി പൊസിഷൻ ചെയ്യാൻ അവർക്ക് സാധിച്ചു. പക്ഷേ BJP ഒരു സെക്യുലർ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു യാഥാർത്ഥ്യമാണ്. BJPയെ ആളുകൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. BJPയുടെ നേതൃത്വം പാർട്ടിയാണെന്നും പ്രത്യേക സമുദായത്തിന്റെ പാർട്ടിയാണെന്നും സ്ഥാപിച്ചുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിച്ചില്ലേ? ഞങ്ങൾ ജയിച്ചാലേ 80% രക്ഷയുള്ളൂ, മറ്റവർ ജയിച്ചാൽ 20% കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകും കേട്ടോ എന്ന് പ്രസംഗിച്ച യോഗി ആദിത്യനാഥ്, ഞാൻ ജയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കെട്ടുതാലി വരെ മറ്റവർ അടിച്ചുകൊണ്ട് പോകുമെന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദി, എന്നിട്ട് മാധ്യമങ്ങളാണോ അതിനെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പാർട്ടിയാക്കി പോർട്രേ ചെയ്തതല്ലോ? അവർ തന്നെയും പറയാൻ ആഗ്രഹിച്ചതും പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ചതും അങ്ങനെ വോട്ടുണ്ടാക്കാൻ ആഗ്രഹിച്ചതും അവരത് എങ്ങനെയാണ്? അവർ ഡിവിസീവായി ഒരു സാഹചര്യം സൃഷ്ടിക്കുക, ഒരു വശത്ത് നിൽക്കുക എന്നാണ് BJP ആഗ്രഹിച്ചിട്ടുള്ളത്. അതൊരു സെക്യുലർ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ പറയുന്നത് കൗതുകരമാണ്. താങ്കൾ തുടരും. നിഷാദെ അതൊരു പക്ഷേ അമേരിക്കയിൽ ഇരുന്നു കൊണ്ടുള്ള എന്താ പറയുക കോൺഗ്രസിന്റെ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചതിനുള്ള റെസ്പോൺസ് ആണ് അത് ബേസിക്കലി. കാരണം ഇവിടെയുള്ള വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, രാഹുൽ ഗാന്ധി അതിനെ കുറിച്ച് പറയുന്നു. അതിനുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് മോദി പറഞ്ഞു കഴിഞ്ഞാൽ
അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായി മാറുന്നു. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഹിന്ദുക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ RSSന്റെ ആളുകൾ തന്നെ ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് പോലും ഈ പറയുന്ന പോലെ എല്ലാ എന്താ പറയുക, എല്ലാ മോസ്കിന് കീഴിലും അല്ലെങ്കിൽ എല്ലാ വിശ്വാസ സ്ഥലങ്ങൾക്കിടയിൽ കീഴിലും ഒരു അല്ലെങ്കിൽ അന്യമത വിശ്വാസ സ്ഥലങ്ങൾക്ക് കീഴിലും ഒരു അമ്പലമുണ്ട് എന്ന് പറയാനൊന്നും ആർക്കും താല്പര്യമൊന്നുമില്ല. കാരണം തമിഴ്നാട്ടിലെ ഒരു എന്താ പറയുക DMKയുടെ നേതാവ് TR ബാലു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലങ്ങൾ പൊളിച്ചുകൊണ്ടാണ് ഇവിടെ റോഡ് നിർമ്മിച്ചത്, അല്ലെ ഇവിടെയുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ സെന്റിമെന്റിനെ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. കാശി വിശ്വനാഥ് അതിലൊന്നാണ്, രാം മന്ദിർ അതിലൊന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഹിന്ദുക്കൾ ഇവിടെ പ്രതികരിച്ചിട്ടുള്ളൂ. അപ്പൊ ഹിന്ദുക്കളോട് നടത്തിയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസിനെ കുറിച്ച് RSSന്റെ ഒരു മൗത്ത് പീസ് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഫാക്റ്റ് ആണ്. കാരണം അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഹിന്ദുക്കളെ അടിച്ചമർത്തപ്പെട്ടത്, അത് ഞാൻ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് വെറും ഒരു ഹിസ്റ്ററിയിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സ് പോലും എടുത്ത് നോക്കുകയാണെങ്കിൽ നിഷാദെ, ഹിന്ദു രാജാക്കളുടെ റെപ്രസെന്റേഷൻ എത്ര കുറവാണ് എന്നത് ഒരു പബ്ലിക് പോളിസി റിസർച്ച് ഓർഗനൈസേഷൻ അതിന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അവർ പറഞ്ഞൊരു കാര്യം, മുഗൾ ചക്രവർത്തിയായിട്ടുള്ള അക്ബറിന്റെ പേര് 97 തവണ അതിൽ പരാമർശിക്കപ്പെടുന്നു. ഷാജഹാന്റെ, ഔറംഗസേബിന്റെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ 40ഓളം തവണ പരാമർശിക്കപ്പെടുന്നു. പക്ഷേ ഹിന്ദു രാജാക്കളായിട്ടുള്ള ശിവാജി അല്ലെങ്കിൽ പേഷ്വാ ബാജിറാവ് ബല്ലാഡ് എന്ന പേരൊന്നും നമ്മൾ ഒരിക്കലും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. മോൺഗോമറി, ബ്രിട്ടീഷ് ഫീൽഡ് മാർഷൽ മോൺഗോമറി, അദ്ദേഹം പ്രത്യേകം ഒരു റെഫറൻസ് എടുത്തുകൊണ്ട് പറഞ്ഞൊരു പേരാണ് ബാജിറാവ് ബല്ലാഡ്. ഇദ്ദേഹം 40ഓളം യുദ്ധങ്ങൾ നടത്തിയിട്ട് അതിൽ ഒരു യുദ്ധത്തിൽ പോലും തോറ്റിട്ടില്ല. അത്രയ്ക്ക് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി കമാൻഡറിന്റെ പേര് ഒരു തവണ പോലും നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ, CBSEയുടെ NCERTയുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ റെഫറൻസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ ആരുടെ ആവശ്യമായിരുന്നു ഇവിടെ ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐഡിയോളജി അല്ലെങ്കിൽ ഹിന്ദു രാജാക്കളെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു സെഗ്മെന്റിനെ കുറിച്ച് പറയാതിരിക്കുക എന്നത് ആരുടെ ആവശ്യമായിരുന്നു? അപ്പൊ ഇവിടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമായി മാറി. ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ അത് റിഫ്ലക്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു വളരെ വലിയൊരു ഹിന്ദു കമ്മ്യൂണിറ്റി മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് അടിച്ചമർത്തപ്പെട്ടുവെന്നും ഹിന്ദുക്കൾ വലിയ പീഡനം അനുഭവിച്ചു എന്നുള്ള സംഘപരിവാർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നെഗറ്റീവാണ്. എനിക്ക് അതിൽ തർക്കിച്ച് കളയാൻ സമയമില്ല. കാരണം അതിൽ തന്നെയാണല്ലോ എത്ര പതിറ്റാണ്ടുകളായി തർക്കം. എന്റെ ചോദ്യം അതിലെ RSS ചീഫിന്റെ പൊസിഷൻ എവിടെയാണ് എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ഹിസ്റ്റോറിക്കലായി ഇൻജസ്റ്റിസ് നേടേണ്ടി വന്നു. ചരിത്രത്തിൽ നിന്ന് വലിയ അനീതികൾ ഉണ്ടായി. ചരിത്രത്തിലെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന അനീതികൾക്ക് ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നതിനോളം വലിയ ഇല്ലോജിക്കലായിട്ടുള്ള ഒരു സംഗതി വേറെ ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എപ്പോൾ ഉണ്ടായ സംഗതികൾക്ക് ഇപ്പോഴുള്ള ജനത പകരം തരണം എന്ന് പ്രഖ്യാപിക്കുന്നതിൽ പരം ഏറ്റവും പ്രാകൃതമായ ഒരു സമീപനം വേറെയില്ല. അത് വേറെ തന്നെ കാര്യം. പക്ഷെ RSS ചീഫ് പറയുന്ന ഈ സഹവർത്തിത്വത്തിന്റെ വർത്തമാനം RSSന്റെ നിലപാടല്ല, ആകെയും നിലപാടല്ല. നോക്കുമ്പോൾ ഓർഗനൈസറിന്റെ നിലപാടല്ല, മോദിയുടെ നിലപാടല്ല, യോഗിയുടെ നിലപാടല്ല എന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ചക്രത്തിനകത്ത് പല്ലുകൾ കൂട്ടി ഒരയുന്നതിന്റെ, കടിക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് എന്റെ ചോദ്യം. നിഷാദെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇൻജസ്റ്റിസിന് ഇപ്പോൾ നീതി ലഭിക്കണം എന്നല്ല ഞാൻ വാദിക്കുന്നത്. അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. ആക്ച്വലി ലെഫ്റ്റ് വിങ് റെപ്രസെന്റേഷൻ നടത്തുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ അമേരിക്കൻ എന്താ പറയുക, ഈ റെഡ് അമേരിക്കൻസിനോട് മാപ്പ് പറയണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ അമേരിക്കൻസ്, ഇന്ന് അമേരിക്ക എന്ന രാജ്യത്തെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്താ പറയുക, അമേരിക്കൻ ഒറിജിനൽ ഇൻഹാബിറ്റൻസിനോട് മാപ്പ് പറയണം. ഓസ്ട്രേലിയൻ അബോറിജിനൽസിനോട് മാപ്പ് പറയണം. ആഫ്രിക്കയിലും അങ്ങനെ തന്നെ. പക്ഷെ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു കൂട്ടക്കൊല, ഹിന്ദു വിശ്വാസങ്ങളെ അടിച്ചമർത്തൽ, പൂർണ്ണമായ ഇസ്ലാമികവൽക്കരണം, ഇതൊന്നും ചരിത്രത്തിൽ എവിടെയും നടന്നതായി ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന ഒരു സിദ്ധാന്തം, അവിടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തകർത്തു, ഇവിടെ ഞങ്ങളെ ഇത് ചെയ്തു, അത് ഇതൊക്കെ നെറേറ്റീവ്സ് ആണ്. ഞാൻ പറഞ്ഞ ഇൻജസ്റ്റിസിന് ഇപ്പോൾ മാപ്പ് പറയണമെന്നുള്ള എന്റെ പോയിന്റ് തന്നെ ഇൻജസ്റ്റിസ് നടന്നു പൂർണ്ണമായും എന്ന് അംഗീകരിച്ചുകൊണ്ടല്ല. പക്ഷെ ഇൻജസ്റ്റിസ് നടന്നു നിങ്ങളുടെ വാദം, അതിന് ഇപ്പോൾ പേ ചെയ്യണം എന്ന് പറയുന്നതിൽ നിങ്ങൾ ഇപ്പോൾ പേ ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും മിഥുന്റെ പോയിന്റ് ഓക്കെ. ഞാനൊന്ന് രാജു പി നായരിലേക്ക് പോയിട്ട് ഓടി വരാം. ശ്രീ രാജു പി നായർ, ഈ RSS ചീഫ് പറയുന്നത് കേൾക്കൂ. അദ്ദേഹം പറയുന്നത് പള്ളികൾ ഇനി പൊളിക്കാൻ പാടില്ല എന്നു മാത്രവുമല്ല, രാജു പി നായർ അദ്ദേഹം പറയുന്നത് പുതിയ സംഘർഷങ്ങളിലൂടെ പുതിയ നേതാക്കൾ ഉണ്ടായി വരേണ്ടതില്ല എന്നാണ്. ഇവ വായിക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു വ്യാജം പറഞ്ഞ് ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ, അതോ അതിനകത്ത് വേറെ പുകയുന്നതാണോ? ശരി, രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഒന്ന്, BJPയുടെ പ്രതിനിധി ഇവിടെ BJP സെക്യുലർ ആണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ കുമ്മനം രാജശേഖരൻ നടത്തിയ മഹാത്മാഗാന്ധി അനുസ്മരണത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. മനസ്സിലായില്ലേ? VHPയുടെ നേതാവായിരുന്ന, ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിരുന്ന കുമ്മനം രാജശേഖരൻ മഹാത്മാഗാന്ധിയുടെ അനുസ്മരണം നടത്തുമ്പോൾ ഉണ്ടായ ട്രോളുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ നിൽക്കട്ടെ.
രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഹിന്ദുക്കളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. ഒരു ഹിന്ദുവിനോടും മാപ്പ് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമല്ല, ഇന്ത്യ മതേതര രാജ്യമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെയധികം വസ്തുതാപരമായിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ഇസ്ലാമോഫോബിയ കത്തിക്കുന്നത് ഒരു നേതൃത്വത്തിൻ്റെ എതിർ? കാരണം ഈ രാമജന്മഭൂമി വിഷയമാണല്ലോ ഈ പറഞ്ഞ നേതാക്കന്മാരെ എല്ലാം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ 2002 ഗുജറാത്താണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാക്കി. അപ്പോൾ അത് വളരെയധികം വസ്തുതാപരമാണ്. ഒരു കാര്യം മാത്രം, ഗോൾവാൾക്കറിന് ഒരു പൊതുസമീപനം ഉണ്ടായിരുന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഈ ഗോൾവാൾക്കറിൻ്റെ അടുത്ത് ഒരു ഫാമിലി എന്ന് പറയുന്നുണ്ട്, ദാ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ പോകുന്നു, നമ്മൾ മാറി നിൽക്കാൻ പാടില്ല, നമ്മളിതിൻ്റെ ഭാഗമായില്ലെങ്കിൽ അത് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്കിതിനകത്ത് പങ്കില്ലാതെ വരും എന്ന് പറയുമ്പോൾ ഈ ഗോൾവാൾക്കർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജോലിയില്ലേ, നിങ്ങൾക്കൊരു കുടുംബമില്ലേ, നിങ്ങൾക്കത് നോക്കിയാൽ പോരെ, എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നടക്കുന്നത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 1942 ആ നിലപാടുണ്ടായിരുന്നില്ല. 48 മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് വിരുദ്ധമായൊരു നിലപാടുണ്ടായിരുന്നില്ല. 1964 ഈ RSSന്റെ ഏറ്റവും വലിയ മിലിറ്റന്റ് വിങ് ആയിട്ടുള്ള VHPയെ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അതിന് ബജ്രംഗ് ദൾ എന്നുള്ള ഒരു യുവജന മിലിറ്റന്റ് തീവ്രവാദ സംഘത്തിന് കാരണക്കാരനായ അദ്ദേഹമാണ്. അതിൻ്റെ ദുർഗാവാഹിനി എന്ന് പറയുന്ന വിമൻ മിലിറ്റന്റ് വിങ്, അത് സാധ്വി പ്രഗ്യാ സിംഗ് താക്കൂർ ഉൾപ്പെടെ മലയ ബ്ലാസ്റ്റിൽപ്പെട്ട അവരെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് ഗോൾവാൾക്കറാണ്. അപ്പോൾ അതുകൊണ്ട് ഗോൾവാൾക്കറിന് എവിടെയെങ്കിലും മൃദു സമീപനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ രാഹുലിനോട് വിയോജിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ച ചോദ്യം, 2024 തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് ലക്ഷ്യമിട്ട BJP 240 ഞാൻ അതിനുശേഷം നടന്ന ചർച്ചയിൽ RSSന്റെ ഈ ദൈവം കളിക്കുന്നതൊക്കെ നിർത്തണം എന്നുള്ള മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന വന്നപ്പോൾ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇതൊറ്റ കാര്യമേ ഉദ്ദേശിക്കുന്നുള്ളൂ. RSSന്റെ മോദി പരീക്ഷണം അവസാനിച്ചിരിക്കുന്നു. മോദി എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ വിലയിടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന് മുന്നോട്ട് പോകാൻ RSSന് കഴിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം മോഹൻ ഭാഗവതിന് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം മോദിയുടെ ദൈവമാണ് ഞാൻ എന്നുള്ള പ്രസ്താവന ഉൾപ്പെടെ, തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പ്രസ്താവന ഉൾപ്പെടെ അദ്ദേഹം പിൻവലിയാൻ തുടങ്ങിയത്. കാരണം ഇനി ആവശ്യം മറ്റ് സമുദായങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് പോകാൻ കഴിയുന്ന ഒരു അടൽ ബിഹാരി വാജ്പേയി പരീക്ഷണമാണ് ഇനി RSSന് 2029 നടത്താനുള്ളത്. ഇനി 2029 നരേന്ദ്രമോദിയെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലൈൻ മാറ്റിയെടുക്കുന്നതിനപ്പുറം ഈ പറയുന്ന നിലപാടിൽ ഒരാത്മാർത്ഥതയില്ല. അങ്ങനെ ആത്മാർത്ഥത മോഹൻ ഭാഗവതിന് ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട 10 വർഷം ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഭീകരവാദികളായി ചിത്രീകരിക്കുകയും അവരുടെ ആരാധനാലയങ്ങളിൽ കയറി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴെല്ലാം മോഹൻ ഭാഗവത് സംസാരിക്കണമായിരുന്നു. അന്നൊന്നും വാ തുറക്കാതിരുന്ന മോഹൻ ഭാഗവത് 240 ആ വാ തുറന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതാ അടുത്ത നേതാവ് ഒരു അടൽ ബിഹാരി വാജ്പേയിയെ പോലൊരു മിതവാദിക്ക് മാത്രമേ ഇനി BJPയെ ഭരണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നുള്ള തോന്നലാണ്. അതവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയം എൻ്റെ വീക്ഷണം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ മോഹൻ ഭാഗവതൊക്കെ ഇതൊക്കെ പറയുന്നത്? ഈ പറയുന്ന സംഭൽ ഉൾപ്പെടെ ഗ്യാൻബാബി ഉൾപ്പെടെയുള്ള കേസുകളുടെ എല്ലാം പിന്നിൽ ആരാ ഉള്ളത്? VHP അല്ലേ? വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് RSSന്റെ കുടുംബത്തിനകത്തെ സംഘടനയല്ലേ? VHPയുടെ നേതാവ്, അതിൻ്റെ പ്രസിഡന്റും എല്ലാം ഉണ്ടെങ്കിലും ഐഡിയോളജിക്കൽ നേതാവ് മോഹൻ ഭാഗവത് അല്ലേ? VHPയോട് പറയാണ്, ഈ പണിയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതാണെങ്കിൽ നിങ്ങളെ RSSന്റെ പരിവാറിൽ നിന്ന് നിങ്ങളെ ഇനി പരിഗണിക്കുന്ന കാര്യം നിങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയാൻ പാടില്ലേ? അതെന്താ പറയാത്തത്? അത് പറയില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതി ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ കണ്ടല്ലേ, ഈ ഡൽഹിയിൽ പോയിട്ട് ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന നരേന്ദ്രമോദിയെ കണ്ടു ഇല്ലേ? ഇപ്പം ഇന്ന് രാവിലെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ലക്നൌവിൽ ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിൻ്റെ പുറത്ത് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ തടിച്ചുകൂടി അവിടെ നിന്ന് ബഹളമുണ്ടാക്കി ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുന്ന, ഞാൻ പാലക്കാട് വിഷയമൊന്നും ഇനി പറയുന്നില്ല, അങ്ങനെ പറയുന്ന ഇരട്ട മുഖം നമുക്ക് അവിടെ കാണാൻ പറ്റും. ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന നരേന്ദ്രമോദിക്ക് മണിപ്പൂർ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം നമുക്കറിയാൻ പറ്റും. അപ്പം ഇതെല്ലാം ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുന്ന തീവ്രവാദം ഒരു വശത്ത് കൂടി കൊണ്ടുപോവുകയും എന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ ഈ ഞങ്ങളെല്ലാം മതേതരവാദികളായി മാറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന നറേറ്റീവ്, അതാണ് ഇവിടെ BJPയുടെ പദ്ധതി പറഞ്ഞ് സ്ഥാപിക്കാൻ പോകുന്നത്. മലയാളിയോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മാത്രമേ ഉള്ളൂ. നിഷാദെ, ഇനി എന്തിനാ നമുക്ക് ഈ മോഹൻ ഭാഗവതിൻ്റെ ഔദാര്യം? ആരാ മോഹൻ ഭാഗവത്? എന്താ അദ്ദേഹത്തിൻ്റെ ഔദാര്യം? അതിൻ്റെ ഔദാര്യത്തിൻ്റെ ഒരാവശ്യമില്ലല്ലോ. ഈ ഔദാര്യം ഒന്നും വേണ്ടാത്ത രീതിയിൽ നമ്മുടെ നിയമ സംവിധാനം ഉണ്ടല്ലോ. പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം
ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം ഈ തീവ്ര ഹിന്ദുത്വവാദവും ഇസ്ലാമോഫോബിയയും കത്തിച്ച് ഈ രാജ്യത്തെ ഹിന്ദുക്കളെയെല്ലാം അരക്ഷിത ബോധത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത നിഷാദ് ആദ്യം പറഞ്ഞ ഫ്രിഞ്ച് ഉണ്ടല്ലോ, ഫ്രിഞ്ചല്ല, അത് ഭരണം കൈയാളുന്ന മതതീവ്രവാദികളായി മാറി. അങ്ങനെ വന്നതിന് ശേഷം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയും ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കകത്ത് പോലും ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ ലാഞ്ചനയും തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രതിഫലനവും ഉണ്ടായതല്ലേ നമ്മുടെ പ്രശ്നം. നമ്മുടെ ഭരണഘടനയുണ്ടല്ലോ 1995 പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലോ, 1995 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മതസ്ഥാപനങ്ങളുടെ ക്യാരക്ടർ എന്തായിരുന്നോ ആ ക്യാരക്ടറിൽ നിന്ന് ഒരു കാരണവശാലും വ്യത്യാസം വരുത്താൻ പാടില്ല എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നയവും നമ്മുടെ കാര്യമാണ്. ഒന്നാമത് മതനിരപേക്ഷ നിലനിർത്തുക, സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമാരുടെ ആവശ്യമില്ല എന്നാണ്. നരേന്ദ്രമോദിയെ മടുത്തിരിക്കുന്നു RSS അവരുടെ ആ പ്രോജക്റ്റിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണെന്നാണ്. ഞാൻ താങ്കളുടെ ഫോൺ കട്ടായത് മനസ്സിലാക്കുന്നു. ഞാൻ മുഴുവൻ കേട്ടിട്ടുണ്ട് ശ്രീ രാജു പി നായർ. ഞാനൊന്ന് സെനിൽകുമാർ, ഈ രാജു പി നായരുടെ പോയിന്റിനോട് യോജിക്കുന്നുണ്ടോ? സംഘപരിവാറിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് RSSന് നരേന്ദ്രമോദിയെ മുൻനിർത്തിയ പരീക്ഷണം അതിൻ്റെ സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തീവ്രവർഗീയത, വിഭജനാശയം, സംഘർഷങ്ങൾ അതുമാത്രം പറഞ്ഞതുകൊണ്ട് വിജയിക്കാൻ കഴിയില്ല എന്ന് രാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ തോറ്റുപോയതിനു ശേഷമെങ്കിലും RSS ശരിയാവണ്ണം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി വേറെ ഒരു സ്ട്രാറ്റജിയാണ് പിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നവർ മോദിയെ പതിയെ പതിയെ തള്ളിപ്പറഞ്ഞു തുടങ്ങുകയാണ് എന്ന് പറയുന്നു. ഒരു അഭിപ്രായം അതിനോട് യോജിക്കുന്നുണ്ടോ? അതോ പൊതു അന്തരീക്ഷത്തിൽ RSS ഒരു മിതവാദി സംഘടനയാണെന്ന പ്രതീതി ഉണ്ടാക്കി അകത്ത് പഴയ പണി തന്നെ എടുക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതാണ് താങ്കൾ പിന്തുണയ്ക്കുന്ന ഒരു ഘടകം, അതോ മറ്റേതെങ്കിലും ആണോ? അല്ല, RSSകാർക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് RSSൽ പ്രവർത്തിക്കാം എന്ന് പ്രവർത്തക സമിതി യോഗം കൂടി തീരുമാനമെടുത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ തീരുമാനം തിരുത്തിയ നേതാവിൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കണ്ണ് തെറ്റിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് RSSൽ പ്രവർത്തിക്കാം, RSSും കോൺഗ്രസും ഒരേപോലെ പോകാം എന്ന നിലയ്ക്ക് തീരുമാനമെടുത്തൊരു പാർട്ടിയുടെ അഭിപ്രായം അത് ഞാൻ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം സന്തോഷകരമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, കോൺഗ്രസിൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ബാബർ മസ്ജിദ് പൊളിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ആർക്കാണ് ഇവിടെ അറിയില്ലാത്തത്? ബാബർ മസ്ജിദിനെ പോലെ ഒരു പ്രതീകം നമ്മുടെ സമൂഹത്തിനകത്ത് തകർക്കപ്പെട്ടപ്പോൾ അതിനെല്ലാ തരത്തിലും പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ ശിലാന്യാസത്തിൽ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പരാതിപ്പെട്ടതും ഒക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. അങ്ങനൊരു കോൺഗ്രസ് ഇവരിപ്പം മൂന്നാളുകളോട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ചെറിയ തർക്കം അവർ തമ്മിലുണ്ട്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ തീവ്ര ഹിന്ദുത്വമാണ് ഒരു കൂട്ടർക്കെങ്കിൽ മൃദു ഹിന്ദുത്വമാണ് വേറൊരു കൂട്ടർക്ക്. ഞങ്ങൾ അടിസ്ഥാനപരമായി ഇതിനെ കാണുന്നത്, CPM കാണുന്നത് മറ്റൊരു തരത്തിലാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, RSS എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആവശ്യമുള്ള സംഘടനയല്ല. ആ സംഘടനയെ പിരിച്ചുവിടണം. എന്തിനാണ് RSS ഉണ്ടായത്? എന്താണ് അവരുടെ ദൗത്യം? അത് രാഷ്ട്രീയ സംഘടനയാണോ, മതസംഘടനയാണോ, സാംസ്കാരിക സംഘടനയാണോ? അവർക്ക് ഭരണഘടനയുണ്ടോ? നിങ്ങൾ ആ ഭരണഘടന വായിച്ചിട്ടുണ്ടോ? ഒരു ഭരണഘടനയില്ലാത്ത, ഉദ്ദേശ ലക്ഷ്യങ്ങളില്ലാത്ത ഒരു സംഘടന, അതിന് നേതാവ് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് പറയുകയല്ല. ഇപ്പോൾ 2 കൊല്ലത്തിനിടയ്ക്ക് എന്തോ സോഫ്റ്റായിട്ട് ഇദ്ദേഹം വർത്താനം പറഞ്ഞു നിഷാദ് പറയുന്നത് കേട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പറയാം. 1000 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യുദ്ധത്തിലാണ്. പറഞ്ഞ മാന്യൻ്റെ പേരാണ് മോഹൻ ഭഗവത്. അദ്ദേഹം പറഞ്ഞ ഈ വാചകം എവിടുന്ന് വന്നു? ആ വാചകം സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണാധ്യായങ്ങളെന്ന പുസ്തകം, ആ പുസ്തകം എഴുതിയത് സവർക്കറാണ്. സവർക്കറുടെ പുസ്തകത്തിൻ്റെ ഒരു അധ്യായമാണത്. അങ്ങനെ സവർക്കറുടെ പുസ്തകത്തിൻ്റെ ഒരു അധ്യായം, അതിൻ്റെ തലക്കെട്ട് ഇന്ത്യ രാജ്യത്തെ ചരിത്രമാണെന്ന് പറയുന്ന മോഹൻ ഭഗവതിൻ്റെ പക്കൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കാനാണ്? അയാൾ പറയേണ്ടത് കേട്ടിട്ട് RSS മാറാൻ പോവുകയാണെന്ന് ഏത് വിഡ്ഢികളാണ് വിശ്വസിക്കുന്നത്? പുള്ളിപ്പുലിയുടെ പുള്ളി മാറുമോ? ഇനി 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയേ. അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? മുഗൾ രാജാക്കന്മാർ ഇന്ത്യ രാജ്യത്തെ അമ്പലമെല്ലാം പൊളിച്ചിട്ട് കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ നേരെ കൊണ്ടുപോയി രാജാക്കന്മാരുടെ ശൗചാലയങ്ങളിലെ ചവിട്ടുപടിയാക്കി, ബാത്റൂമിലെ ചവിട്ടുപടിയാക്കി, ക്ലോസറ്റുകളാക്കി മാറ്റി.
പറയുന്ന മാന്യൻ്റെ പേരാണ് VD സാവർക്കർ. ആ പ്രസംഗം നടത്തുന്ന മാന്യൻ്റെ പേരാണ് മോഹൻ ഭഗവത്. നമുക്ക് താഴേക്ക് കുടിച്ചു പോകാന്നേ. മോഹൻ ഭഗവതിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കുഴിക്കൽ നിർത്തണ്ട. നിങ്ങൾ പള്ളിയുടെ അടി കുഴിച്ചാൽ അമ്പലം മാത്രമാണ് കിട്ടുക? അങ്ങനെയാണോ നിങ്ങളുടെ ധാരണ? ബുദ്ധൻ്റെ വിഗ്രഹം കിട്ടും, ജൈനൻ്റെ വിഗ്രഹം കിട്ടും. എത്രയോ ബുദ്ധ വിഗ്രഹങ്ങളുടെയും ജൈന വിഗ്രഹങ്ങളുടെയും തലയറുത്താണ് ഇന്ത്യ രാജ്യത്തിനകത്ത് ബ്രാഹ്മണ പൗരോഹിത്യം ഈ അധികാര സ്ഥാപനം നടത്തിയത്. ഇപ്പം തന്നെ ഈ കേരളത്തിൽ തന്നെ പത്തനം ഉത്ഖനനം നടക്കുന്നുണ്ട് പറവൂരിൽ. എന്താ കണ്ടെത്തിയത്? മഴ ഉണ്ടായിട്ടില്ലാത്തൊരു കേരളം ഉണ്ടായിരുന്നു. പ്രപഞ്ച ശക്തികളെ വിശ്വസിച്ചിരുന്നൊരു കേരളം ഉണ്ടായിരുന്നു. ഇവിടെ BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ഒരു നേതാവ് വന്നിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ സനാതനമാണ്, ഉൾക്കൊള്ളലാണ്, ഞങ്ങൾ നിരീശ്വരവാദത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവരാരായി ഉൾക്കൊള്ളാൻ? ഇവർക്ക് തന്നെ പ്രത്യേകത. നിരീശ്വരവാദം പോലെ, ബുദ്ധിസം പോലെ, ജൈനമതം പോലെ, ചാർവാക മതം പോലെ എത്രയോ മതങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അതിൽ പെട്ടെന്ന് ഉൾക്കൊള്ളുക എന്നതിൽ ഇവർക്കെന്താ പ്രത്യേകത? ഇവരാരാ ഇവിടെ? ഇവർ ഈ രാജ്യത്തിന് വേണ്ടി എന്താ ചെയ്തത്? RSS ഈ രാജ്യത്തെ നിർമ്മിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? RSS ഈ രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്തത്? അതുകൊണ്ട് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പിരിച്ചുവിടപ്പെടേണ്ട പ്രസ്ഥാനമാണ്. അതിന് നേതാക്കന്മാർ ആദരിക്കപ്പെടാൻ പാടില്ല, അതിന് നേതാക്കന്മാർ ബഹുമാനിക്കപ്പെടാൻ പാടില്ല. അവർക്ക് പൊതുമണ്ഡലത്തിൽ പ്രസ്താവന നടത്താൻ അവകാശമില്ല. അവർ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്നവരല്ല. മീഡിയ വൺ എങ്ങനെ നിരോധിക്കുന്നത്? മീഡിയ വൺ നിയമവ്യവസ്ഥ പാലിക്കുന്നില്ല, ഉടനെ നിരോധിച്ചു കളഞ്ഞു. സുപ്രീം കോടതി പോയിട്ടാണ് യുദ്ധം ചെയ്ത് ജയിച്ചത്. ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമവ്യവസ്ഥയെ RSS മാനിക്കുന്നുണ്ടോ? അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? എന്താണ് അവരുടെ ഭരണഘടന? പിന്നെ RSSന്റെ നേതാക്കന്മാർ ഓരോ ഘട്ടത്തിലും ഓരോ പ്രസംഗം നടത്തും. ഈ പ്രസംഗമാണോ RSSന്റെ അജണ്ട? ഇതൊന്നുമല്ല അജണ്ട. ഈ രാജ്യത്തെ മതരാജ്യമാക്കുക, ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ് ആക്കുക. അതിന് ഭരണഘടന പൊളിക്കണം. പാർലമെന്റ് ഭൂരിപക്ഷം വേണം. പാർലമെന്റ് ഭൂരിപക്ഷം ഉണ്ടാകണം. എന്ത് വേണം? അതിന് കുതന്ത്രം വേണം. ഒറ്റ കുതന്ത്രമേ ഉള്ളൂ, വർഗീയ കലാപം. ഒന്നല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വർഗീയ കലാപം. അതുകൊണ്ട് വിചാരധാര കത്തിക്കുമോ? അനിൽകുമാർ, ഇടയ്ക്കിടയ്ക്ക് ഈ സഹവർത്തിത്വത്തെ കുറിച്ചുള്ള വർത്തമാനം, പഴയതിൽ നിന്ന് മാറിയിട്ടുള്ള ഈ മതനിരപേക്ഷ വർത്തമാനം പിന്നെ ആരെ പ്രീണിപ്പിക്കാനായിരിക്കും? അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അങ്ങനെ പറയേണ്ട ഒരു ബാധ്യതയൊന്നും RSSന് ഇല്ലല്ലോ. ഈ മതനിരപേക്ഷതയൊന്നും പറയേണ്ട ബാധ്യതയില്ലാത്തൊരു പ്രസ്ഥാനം ഇടയ്ക്ക് അതൊക്കെ പറയുന്നത് എന്തിനായിരിക്കും? അങ്ങനെയല്ല, ഉടനെ തെരഞ്ഞെടുപ്പില്ല, ഉടനെ അബദ്ധമൊന്നുമല്ല പറയുക. ഇതൊക്കെ ഇരട്ട നാക്കിന്റെ ഭാഗമായിട്ട് പറയില്ലേ, ഫാസിസത്തിന്റെ ഇരട്ട നാക്ക്. ഇത് ഫാസിസത്തിന്റെ ഇരട്ട നാക്കല്ലേ? എന്താ പറഞ്ഞത്? സന്താനോൽപാദന ഫാക്ടറികൾ. ഏത് നരേന്ദ്രമോദിയെപ്പോലൊരു അധമ വർത്തമാനം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഗുജറാത്തിൽ സന്താനോൽപാദന ഫാക്ടറികൾ. അവിടുത്തെ മനുഷ്യന്മാരെ വേട്ടയാടി 3000-ഓളം മനുഷ്യനെ കൊന്നിട്ട് മതന്യൂനപക്ഷത്തെ വേട്ടയാക്കിയിട്ട് ഞങ്ങൾ അവിടുത്തെ പുനരധിവാസ സംവിധാനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തുമ്പോൾ അത് സന്താനോൽപാദന ഫാക്ടറിയാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടന്മാർ ഇവർ പറയണത് എവിടുന്നാണ്? നിങ്ങൾ വിചാരധാര വായിച്ചാൽ ലവ് ജിഹാദ് അവിടെ കിട്ടും. വിചാരധാര വായിച്ചാൽ ഇന്ന് RSS ഉന്നയിക്കുന്ന മതപരിവർത്തന നിരോധന നിയമം അവിടെ കിട്ടും. അവിടെ മുസ്ലിമിനെതിരെ മാത്രമല്ല, ക്രിസ്ത്യാനിക്കെതിരെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ ഫെഡറൽ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിനെതിരെ ഫെഡറലിസം വിഷബീജമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ പാടില്ല, ഏക ഭാഷ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേവല വർത്തമാനങ്ങളിൽ നിന്ന് RSSനെ മാറ്റി വായിക്കേണ്ടതില്ല. RSSന്റെ അടിസ്ഥാന ആശയം വിഭജനം തന്നെയാണ്. അതിനുവേണ്ടി അവർ എക്കാലത്തും നിലകൊള്ളുന്നതാണ് CPIMന്റെ പോയിന്റ്. ചർച്ചയിലേക്ക് വീണ്ടും മിഥുൻ, ഇതിനകത്ത് RSS അന്താരാഷ്ട്ര തലത്തിലടക്കം അതിന്റെ പ്രതിച്ഛായയെ റീബിൽഡ് ചെയ്യാനുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണോ ഈ വ്യാജ വർത്തമാനങ്ങൾ? അതിനപ്പുറം വേറെ ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും നമ്മൾ എത്ര മൈൻഡ് ചെയ്താലും അതിനകത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു എന്താണ്, ഇമേജ് റീബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എക്സസൈസ് ആയിരിക്കും, ഒരു വ്യായാമം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ന്യായമായി മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിഷാദ്, ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യമാണെങ്കിലും അത് നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ കാര്യമാണെങ്കിലും RSS എന്ന സംഘടന ബാൻ ചെയ്യപ്പെടണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിവിടെ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. RSS എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടോ? RSS എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു NGOകളിൽ ഒന്നാണ്. RSS ഒരു 100 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് ഈ രാജ്യത്ത്. അപ്പൊ ഇത്രയും കാലമായിട്ട് RSSന് ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ അതിന് പ്രത്യേകിച്ച് അനിൽകുമാറിന്റെയോ അല്ലെങ്കിൽ CPIMന്റെയോ സർട്ടിഫിക്കേഷൻ ഒന്നും RSSന് ആവശ്യമില്ല. മാത്രമല്ല CPIMന്റെ ഭാഗമായി നിൽക്കുന്ന തന്നെ പല നേതാക്കളും RSSന്റെ ഭാഗമായിട്ടുള്ള സേവാഭാരതിയെ പലപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം. അവർ ഒരിക്കലും അതൊരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉപയോഗിക്കാത്ത എന്നാൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ പോലും RSSന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ എന്തായിരുന്നുവെന്നും
RSS എന്ന ഒരു സംഘടന നാഷണലിസം എന്നൊരു കോൺസെപ്റ്റിനെ എത്രത്തോളം പ്രൊജക്ട് ചെയ്യുന്നു എന്ന കാര്യത്തിലൊന്നും നമുക്കൊരു സംശയമൊന്നുമില്ല. അപ്പൊ മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യം എത്രത്തോളം ജെനുവിൻ ആണ് എന്നതിനെ കുറിച്ചാണല്ലോ ഇവിടുത്തെ ഡിസ്കഷൻ. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ RSSനകത്ത് തന്നെ മറ്റൊരു വിഭാഗം അതിനെ അതിനോട് നമുക്ക് സർഫേസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ചേരുന്നില്ല എന്ന് തോന്നുന്ന, എന്നാൽ ഐഡിയോളജിക്കൽ പൊസിഷനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അദ്ദേഹം എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്താണ് RSSന്റെ ചീഫ് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവുകയാണെങ്കിൽ ഈ സംഘർഷങ്ങൾ പറ്റില്ല. 1991 നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പുതിയ പുതിയ പള്ളികൾ, അതിന് താഴെയുള്ള ആവശ്യങ്ങൾ, അതിന് പേരുള്ള സംഘർഷങ്ങൾ, ആളുകളുടെ മരണം, ഇത് ആവർത്തിക്കപ്പെടുകയും അതിനുള്ള വലിയ വലിയ ആക്രോശ ശബ്ദങ്ങൾ യോഗിയെപ്പോലുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുകയാണ്. അപ്പൊ അതല്ല പക്ഷെ മോഹൻ ഭാഗവത് പറയുന്നത് ഈ വൈരുദ്ധ്യത്തെ താങ്കൾ സിമ്പിളായിട്ടൊന്ന് വിശദീകരിക്കാമോ? നോക്ക്, ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ടെമ്പിൾസിന്റെ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആർക്കിയോളജിക്കൽ ആക്ട് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേയുടെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ അത് ആ എക്സ്ക്ലൂഷൻ ആയിട്ട് തന്നെ അതിനെ കാണുന്നത്. പ്രത്യേകിച്ച് ആർക്കിയോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ അതിന് ഒരു എക്സ്ക്ലൂഷൻ ആയി തന്നെയാണ് ആ ആക്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിയമം കൂട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം RSSന്റെ മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലെയിമും പറ്റില്ല, ഒരു ക്ലെയിമും ആ നിയമപ്രകാരം പറ്റില്ല. ആർക്കിയോളജിക്കൽ സർവേയുടെ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ക്ലെയിമും പറ്റില്ല. ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഒഴികെ മറ്റൊന്നിനും ഒരു ക്ലെയിം ഉന്നയിക്കാൻ കഴിയില്ല എന്നാണ് നിയമം പറയുന്നത്. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാശി വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു അമ്പലത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഹിന്ദു സംഘടനകൾ ക്ലെയിം ഫയൽ ചെയ്തിട്ടുള്ളത്. കാരണം അതിനെ അവർ പെടുത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ വിഷ്ണു ജയനൊക്കെ അതിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഫയൽ ചെയ്തതും ആ കേസ് എടുത്തതും അതിന്മേലെ തുടർ നടപടിക്ക് ഇനീഷ്യേറ്റ് ചെയ്തതും ഗുരുതരമായിട്ടുള്ള നിയമത്തിന്റെ മറികടക്കലാണ് എന്ന വലിയ ചർച്ച ഈ നിയമവ്യവഹാര മേഖലയ്ക്കകത്ത് നടക്കുന്നു. വേറെ ദുഷ്യന്ത് ദവെ പോലുള്ള അഭിഭാഷകർ ചീഫ് ജസ്റ്റിസ് ചെയ്തു വെച്ച് പോയ വലിയ അതിക്രിയ ഈ രാജ്യത്തിനുണ്ടാക്കാൻ പോകുന്ന വിനാശം എന്തായിരിക്കും എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞത് എന്തുകൊണ്ടാണ്? എടുക്കാൻ കഴിയാത്ത ഹർജികൾ എടുത്തു എന്നതിന്റെ പ്രശ്നമാണ്. നിയമത്തിലില്ല. നിയമത്തിലുണ്ടെങ്കിൽ താങ്കൾ പറയണം. ഒരു മതവിഭാഗത്തിന്റെ മറ്റൊരു മതവിഭാഗത്തിന്റെ ഒരേ മതവിഭാഗത്തിലെ വിവിധ ശാഖകളുടെ ഒന്നിന്മേലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരിക്കലുമില്ല. അതിൽ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ആ എക്സ്ക്ലൂഷൻസ് തീർച്ചയായും താങ്കൾ വായിക്കണം. ഇവിടെ ഞാൻ വായിച്ചിട്ടാ പറഞ്ഞത്. ഏത് എക്സ്ക്ലൂഷനാണ് താങ്കൾ? ഞാൻ വായിക്കാത്ത ഭാഗം ഉണ്ടേ പറയും. പക്ഷേ അല്ല എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയോട് അവിടെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കാൻ കഴിയും വിധമുള്ള ഒരു ഹർജി ഉണ്ടല്ലോ, ആ ഹർജി ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നിയമം. അവിടെ കാർബൺ ഡേറ്റിംഗിന്റെ കാര്യം പറഞ്ഞത് ആരാ? ഞാനോ താങ്കളാണോ? കോടതിയല്ലേ. അപ്പൊ കോടതിക്ക് അതിൽ കൃത്യമായ ധാരണയുണ്ട്. ആ വിഷയത്തിൽ കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ് കോടതി അവിടെ കാർബൺ ഡേറ്റിംഗ് നടത്തണം. ധാരണയൊന്നുമല്ല ഇവിടെ. ധാരണയല്ല പ്രശ്നം, നിയമമാണ്. എഴുതി വെച്ച നിയമമല്ലാതെ ധാരണയ്ക്കൊന്നും ഒരു പ്രസക്തി ഇന്ത്യൻ നിയമത്തിലില്ല. താങ്കൾക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത ചർച്ചയിലായാലും മതി മിഥുൻ, താങ്കൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ 91 നിയമത്തിലെ എക്സ്ക്ലൂഷൻസ് എന്ന് വിശദീകരിച്ചാൽ എനിക്ക് എക്സ്ക്ലൂഷൻസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ആണ്. അത് താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താങ്കളുടെ കുഴപ്പമായിട്ട് ഞാൻ കാണുന്നു. പക്ഷെ കോടതിക്ക് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അവിടെ ഈ പറഞ്ഞ പോലെ കാർബൺ ഡേറ്റിംഗ് പോലുള്ള പ്രൊസീജിയേഴ്സ് നടത്താൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞത്. കോടതിക്ക് ഇനിയും ബോധ്യപ്പെടും. കോടതിക്ക് ഒരുപാട് ബോധ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. കോടതിക്ക് ഇനിയും ചിലപ്പോൾ ബോധ്യപ്പെട്ടേക്കാം. കോടതി ബോധ്യപ്പെട്ട കാര്യം ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ കോടതി നടത്തിക്കൊണ്ടിരിക്കുന്ന 91 നിയമത്തെ അതിലംഘിച്ചുകൊണ്ടുള്ള കാര്യമാണ് എന്നാണ് എന്റെ പോയിന്റ്. 91 നിയമത്തെ അതിലംഘിക്കുന്ന തീരുമാനമാണ് ഇവിടുത്തെ ജില്ലാ കോടതി എടുത്തിട്ടുള്ളത്, അലഹബാദ് കോടതി എടുത്തിട്ടുള്ളത്, സുപ്രീം കോടതി എടുത്തിട്ടുള്ളത് എന്നാണ് എന്റെ പോയിന്റ്. നിഷാദെ, കോടതിയുടെ ബോധ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിയുടെ ബോധ്യങ്ങളല്ല. അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമത്തിലെ എക്സ്ക്ലൂഷൻസിനെ ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുക. അപ്പൊ ഒരു കോടതി ഒരു കാര്യം എനിക്ക് തർക്കമുള്ള കാര്യമാണ്. നമ്മുടെ സമയത്ത് മിഥുൻ പറയും എന്തുകൊണ്ടാണ് RSS ചീഫ് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോയിരുന്നു. RSS ചീഫ് പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടും നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ്, ഹിന്ദു സമുദായം അനുഭവിച്ച ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം അത് പോവുക. അല്ലാതെ ഇവിടെ ഈ പറഞ്ഞ പോലെ മുഗൾ കൊളോണിയലൈസേഷൻ എന്നൊരു കാര്യത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടം അത്രയും മുഗളർ ഇവിടെ വന്നവർ ശരിയാണ്. പക്ഷെ അവർ ഈ നാട്ടിൽ കോളനിവൽക്കരണം നടത്തി ഇവിടെ നിന്നുള്ള സ്വത്തടിച്ച് അവിടെ കൊണ്ടുപോയി. ബ്രിട്ടീഷ് കോളനിവൽക്കരണം പോലെ മുഗൾ കോളനിവൽക്കരണം. മുഗൾസ് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഭരിച്ചു, ഇവിടെ ജീവിച്ചു, ഇവിടെ മരിച്ചു. ഇവിടുന്ന് എവിടെ കൊണ്ടുപോയത്? ബ്രിട്ടീഷുകാർ കൊണ്ടുപോയതുപോലെ ഈ ശശി തരൂരിന്റെ ദീർഘപ്രഭാഷണത്തിലേതുപോലെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത് എവിടെ കൊണ്ടുപോയി അവർ സ്ഥാപിച്ചത്? എവിടെയാണ് മുതൽ കൊള്ളയടിച്ചുകൊണ്ട് പോയത്?
എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള ഇസ്ലാമിക വൽക്കരണം നടപ്പിലാക്കിയത്? എവിടെയാണ് ഹിന്ദുക്കളെ ജീവിക്കാൻ സമ്മതിക്കാതായത്? ഇതിനൊക്കെ ചരിത്രരേഖ വേണ്ടേ? നിഷാദ്, ഞാൻ ഈ പറയുന്നതൊക്കെ എന്റെ തോന്നിയ പോലെ ഞാൻ വിളിച്ചു പറയല്ല. ഇവിടെ ഫ്രാൻസറോ ബെർണിയർ അല്ലെങ്കിൽ ആഗ്നസ് മാഡിസൺ അല്ലെങ്കിൽ മീനാക്ഷി ജെയിനെ ഒക്കെ പോലുള്ള അല്ലെങ്കിൽ ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകൾ പോലും അംഗീകരിച്ച കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന വാദങ്ങളൊക്കെ തന്നെ. അപ്പൊ അതിൽ മുഗൾസ് ഇന്ത്യയിലേക്ക് വന്നു. അല്ലല്ല, ഞാനിവിടെ പറഞ്ഞത് എനിക്കൊന്ന് പൂർത്തിയാക്കാനുള്ള സമയം തരും. എന്ന് പറയുന്ന വ്യക്തി, ബാബർ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം ഇവിടെയുള്ള സ്വത്തെല്ലാം ഇന്ത്യയിലെ ആളുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയല്ല ചെയ്തത്. അദ്ദേഹം ഇവിടെ നിന്നുള്ള ഈ എന്താ പറയുക ഈ ഇവിടുത്തെ വെൽത്ത് എല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് പലപ്പോഴും ഇസ്ലാമിക് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഹജ്ജ് കോണ്ടിനെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചത് 6 ലക്ഷത്തോളം, അന്നത്തെ കാലത്തെ 6 ലക്ഷത്തോളം ഉള്ള ഒരു തുക വരുന്ന. അതിനിപ്പോ അന്നത്തെ രാജാക്കന്മാർ, ഇപ്പൊ നമുക്ക് നോക്കൂ, തിരുവിതാംകൂറിലെ രാജാക്കന്മാർ കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ടാക്കി വെച്ച് അവരുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അത് തൃപ്പടിപ്പാദം വെച്ചിട്ടില്ലേ? അതിന് വാക്കെനിക്കറിയില്ല. അത് അവരുടെ കുടുംബ സ്വത്താണോ? അല്ലല്ലോ. അപ്പൊ അന്നത്തെ രാജാക്കന്മാർ പൊതുവായ മുതലെടുത്ത് അവരുടെ വിശ്വാസത്തിനൊപ്പിച്ച് ചെലവാക്കുക എന്ന് പറയുന്നത് സാധാരണ സംഗതിയാണ്. ഈ പറയുന്ന എല്ലാ കൈൻഡ് ഓഫ് രാജാക്കന്മാരും ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ ഞാൻ പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്തെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ശതകോടികൾ വരുന്ന ലക്ഷോപലക്ഷം കോടി മൂല്യം വരുന്ന സ്വത്ത് എവിടെ നിർത്താണ്? അത് ഈ രാജ്യത്തിന്റെ മുതലാണ്, ജനതയുടെ മുതലാണ്. പക്ഷെ അവരവരുടെ വിശ്വാസങ്ങളാണ് സമർപ്പിച്ചത്. അത് ഇത് മാത്രം ഇങ്ങനെ മുറിച്ചെടുത്ത് പറയല്ലോ. ഒരൊറ്റ കാര്യം കേട്ടോളൂ. ഇന്ത്യയുടെ GDP ഞാൻ എങ്ങനെയാണ് മുഗൾ കൊളോണിയലൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ല ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന 99% ആളുകളും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആളുകളാണ്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് അവർ തെരഞ്ഞെടുത്ത ആളുകളൊന്നും അല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട രീതിയെ മാത്രം നോക്കിയാൽ മതി. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ GDP ചരിത്രത്തിലെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. ശരി, മുഗൾസ് ഈ ഹിന്ദുക്കളോട് ചെയ്ത മഹാദ്രോഹത്തിനെ കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കേണ്ടതുണ്ട്. അതിനൊരു ഇൻജസ്റ്റിസിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടെന്നാണ്. അല്ല രാഹുൽ 10 സെക്കൻഡ്. ഇന്ത്യയുടെ GDP മുഗൾ രാജാക്കന്മാർ ഇവിടെ വരുന്നതിന് മുമ്പും മുഗൾ രാജാക്കന്മാർ വന്നതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ GDP ടൈം ലൈൻ താങ്കൾക്ക് അവൈലബിൾ ആണ്. അതെടുത്തും താങ്കൾ പരിശോധിച്ച് നോക്കൂ. മുഗൾ ഭരണത്തിന് ശേഷം ഇന്ത്യയുടെ GDP എത്രത്തോളം താഴ്ന്നു എന്നത്. അപ്പം ഇന്ത്യയെ പൂർണ്ണമായും കൊള്ളയടിച്ച് ഇന്ത്യയെ വളരെ അധികം ലൂട്ട് ചെയ്ത ആളുകളാണ് മുഗൾ എന്ന് പറയുന്നത് തെറ്റൊന്നും. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയുടെ GDP എന്തായിരുന്നു? മുഗൾ ഭരണകാലത്ത് ഇന്ത്യയുടെ GDPയും ഇന്ത്യയുടെ സമ്പദ്ഘടനയും എന്തുമാത്രം ഹെൽത്തി ആയിരുന്നു എന്ന കാര്യം കൂടി താങ്കൾ പറയണം. അല്ല, ഇന്ത്യയിൽ മുഗൾ വരുന്നതിന് മുമ്പുള്ള GDP എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോക GDPയുടെ 26% ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. മുഗൾ വന്നതിന് ശേഷം അത് 16% കുറഞ്ഞു. താങ്കളുടെ പോയിന്റാണ്, താങ്കളുടെ പോയിന്റാണ്. ഞാനത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. എനിക്കത് വെരിഫൈ ആണ്. ശരി, രാഹുൽ ഒരു മിനിറ്റ് തരണം. വളരെ ശരിയായി പറഞ്ഞതുപോലെ ചരിത്രത്തിൽ അങ്ങനെ ഇൻജസ്റ്റിസ് ഉണ്ടായി കാണാം. എല്ലാ ഭാഗത്തുനിന്നും ഇൻജസ്റ്റിസ് ഉണ്ടായിട്ടില്ലേ? മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് പറയുന്നത്, അംബേദ്കർ നമ്മുടെ തലതല്ലി പൊളിക്കുന്നില്ലല്ലോ, അതുതന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണെന്ന്. നമ്മുടെ ദളിതരോട്, നമ്മുടെ പിന്നോക്കക്കാരോട് നമ്മൾ ചെയ്ത ദ്രോഹത്തിന് അംബേദ്കർ നമ്മുടെ ഒന്നും തലതല്ലി പൊളിക്കുന്നില്ലല്ലോ എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. സമാനമായ ഒരു പ്രസ്താവനയാണ് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി ഒരു 3 മാസം മുമ്പ് വെച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, 2000-ഓളം വർഷം നമ്മുടെ ഹിന്ദു പിന്നോക്കക്കാരെ മനുഷ്യരായ പോലും നമ്മൾ കണ്ടില്ല, അവർക്ക് കെയർ കൊടുത്തില്ല, റെസ്പെക്ട് കൊടുത്തില്ല. ചരിത്രത്തിൽ നമുക്കും തെറ്റുകൾ പറ്റിയിട്ടില്ലേ? അപ്പൊ തെറ്റുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകളിൽ നമ്മൾ പാഠം പഠിക്കണം. ആ തെറ്റുകളിൽ നിന്ന് 1% അമ്പലം പള്ളിയായി കാണും, പള്ളി അമ്പലമായി കാണും, അല്ലെങ്കിൽ വിഹാരമായി കാണും, വിഹാരം അമ്പലമായി കാണും. അതെല്ലാം ഇന്ത്യയുടെ മണ്ണിന്റെ അടിയിലാണ് നിൽക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉണ്ടാകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഒരു ഡിവൈൻ ഡേറ്റ് ആണ്, ഒരു പരിശുദ്ധ ദിനമാണ്, ഒരു വിശുദ്ധ ദിനമാണ്. നമുക്ക് 100-200 വർഷമുള്ള ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സമയമാണ്. അപ്പൊ ആ അവസരത്തിൽ നമുക്ക് പോസിറ്റീവായ ഇത്തരം കാര്യങ്ങൾ എടുക്കണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ വാരിയം കുന്നനും നമ്മുടെയാണ്, വീരസവർക്കറും നമ്മുടെയാണ്. മഹാത്മാഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിലും പോയിട്ടുണ്ട്, RSSന്റെ വേദികളിലും പോയിട്ടുണ്ട്. നെഹ്റുജി അടക്കമുള്ളവർ ശക്തമായി എതിർത്തിട്ടും ജമാഅത്തെ ഇസ്ലാമിയിലേക്ക്, RSSലേക്ക് കടന്നു ചെല്ലുകയും ഒരു മധ്യപാത ഉണ്ടാക്കാനും ഒരു സെൻട്രിസ്റ്റ് സ്പേസ് ഉണ്ടാക്കാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിവേകാനന്ദൻ വന്ന് നമ്മളെക്കുറിച്ച്, പ്രത്യേകിച്ച് സവർണ്ണ ഹിന്ദുക്കളെ കുറിച്ച്, ബ്രാഹ്മണരായ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പോലും അല്ലേ പറഞ്ഞത്, നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ്, ഇവിടുത്തെ ജാതീയത കണ്ട്. അപ്പം നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പോൾ തെറ്റുകളുടെ പേരിലല്ല
ശരികളുടെ പേരിൽ ഒരുമിച്ച് നിന്ന് പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുക്കണം എന്ന ആശയം നമ്മൾ മുമ്പോട്ട് വെക്കണം. ശരിയാണ്, ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ അവിടെയും ഇവിടെയും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ടിപ്പു സുൽത്താനെ കുറിച്ച് ഒരു വരി കൂടെ പറയാം. ടിപ്പു സുൽത്താനെ കുറിച്ച് ഏറ്റവും നല്ല റിവ്യൂ എഴുതുന്നത് RSSന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വലായ KR മൽക്കാനിയാണ്. അദ്ദേഹം പറയുന്നത് ടിപ്പു സുൽത്താൻ മരിക്കുന്നത് കാരണം 150 വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാല അണഞ്ഞുപോയി എന്നാണ്. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്ന LK അദ്വാനിജിയാണ്, പബ്ലിഷ് ചെയ്തിരിക്കുന്ന RSS ആണ്, അല്ലെങ്കിൽ KR മൽക്കാനിയാണ്. എന്നിട്ട് KR മൽക്കാനി പറയുന്നുണ്ട്, അശോക ചക്രവർത്തിക്ക് തെറ്റുപറ്റിയിട്ടില്ലേ, പിന്നാണോ ടിപ്പു സുൽത്താനും തെറ്റുപറ്റിയിട്ടുണ്ടാകും. അപ്പം തെറ്റുകളുടെ പേരിൽ അടിപിടി കൂടുകയല്ല, ശരികളിൽ നിന്ന് പരസ്പരം യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തി ചരിത്രത്തിലെ പിഴവുകൾ, ചരിത്ര തെറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മഹാത്മാഗാന്ധിയെ കൊന്നതിലും പരം വലിയൊരു ചരിത്ര തെറ്റ് നമുക്ക് മുമ്പിൽ ഇപ്പൊ നിൽപ്പുണ്ടോ? ഒരൊറ്റ വരി, മഹാത്മാഗാന്ധിയെ കൊന്നു തള്ളിയതിൽ പരം വലിയൊരു തെറ്റ് നമ്മളിപ്പോ കാണുന്നുണ്ടോ? ഒരു വരി മാത്രം, ഒറ്റ വരി എടുക്കും. മഹാത്മാഗാന്ധിയുടെ മക്കൾ ഗോഡ്സെയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് പണ്ഡിറ്റ് നെഹ്റുവിനും സർദാർ പട്ടേലിനും നിവേദനം കൊടുക്കുന്നുണ്ട്. മരണത്തിൽ പോലും മഹാത്മാഗാന്ധിയാണ് ജയിക്കുന്നത്, ഗോഡ്സെ അല്ല. രാജു പി നായർ, ഇപ്പോഴത്തെ RSSന്റെ ഈ സ്ട്രാറ്റജി നിങ്ങൾ തെറ്റായി മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ അതിൽ വീണു പോകണോ? മോദിയും RSSും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമാണ്, അവർ തമ്മിൽ തല്ലി തീർന്നോളും, മോദി എന്ന് പറഞ്ഞ ഒരു ബിംബം അവസാനിക്കുകയാണ്, RSSന് അദ്ദേഹത്തെ മടുത്തിരിക്കുന്നു എന്നതൊക്കെ നിങ്ങളുടെ ഒറ്റ വായനയിൽ തെറ്റിപ്പോകുന്നതാണോ? നിങ്ങൾക്ക് സത്യത്തിൽ ഇത് അവരുടെ ഒരു 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 പ്രതിച്ഛായ പരിപാടിയല്ലേ എന്നാണ് ഇതിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാന ചോദ്യം. അല്ല, ഞാൻ മോദിയും RSSും തമ്മിൽ തല്ലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് RSSന്റെ മോദി പരീക്ഷണം തീർന്നു എന്ന് മാത്രമാണ്, അല്ലാണ്ട് അവർ തമ്മിൽ തല്ലാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയും. ഞാൻ മറ്റൊരു കാര്യം പറയാം, അങ്ങ് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയത്, നമ്മൾ ഇതിവരുടെ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ വേറെ എങ്ങോട്ട് പോകണ്ട, ഈ ചാനലിലെ ചർച്ച നടത്താൽ മതി. ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി വന്നത് മോഹൻ ഭാഗവതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ന്യായീകരിക്കാനാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ഈ രാമജന്മഭൂമി അയോധ്യയിലെ ഇതിന് ശേഷം മറ്റ് പള്ളികളുടെ കീഴിലേക്ക് ശിവലിംഗം അന്വേഷിച്ച് പോകണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ BJPയുടെ പ്രതിനിധി ഗ്യാൻവാബി ഉൾപ്പെടെ, സമ്പൽ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്ത് നിലപാടെടുത്തത്? ഇതിനപ്പുറം വൈരുദ്ധ്യം പുറത്തേക്ക് വരാൻ വേറെ ഉണ്ടോ? ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താ വിഷയം? ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളല്ല അദ്ദേഹം, അത് ശരി, സോറി, ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ തീവ്ര ഹിന്ദുത്വ ലൈനാണല്ലോ, അവിടെ നിൽക്കട്ടെ. അല്ലല്ല, അദ്ദേഹം പലപ്പോഴും ഇതുപോലെ RSSനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഫ്റ്റും ഹാർഡൊക്കെ എടുക്കുന്ന ആളാണ്. അവിടെ നിൽക്കട്ടെ, ഇവരൊക്കെ നമുക്കറിയാലോ നിഷാദെ, ഓരോരുത്തരുടെ നിലപാടൊക്കെ. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോക്കൂ. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട CPMന്റെ പ്രതിനിധി, ഞാൻ ഒരിക്കലും ഈ BJPയുമായിട്ട് ഡയറക്റ്റ് പറയേണ്ട കാര്യങ്ങളിൽ CPMനെ ഞാൻ വലിച്ചെടുക്കാറില്ല, ഒന്നും പറയാനില്ലായിട്ടല്ല. പക്ഷേ BJPക്കെതിരെയുള്ള ആയുധത്തിന്റെ മൂർച്ച കുറയരുത് എന്ന് വെച്ചാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ CPMന്റെ പ്രതിനിധികൾക്ക് കോൺഗ്രസിനെ പറയാതെ പോകാൻ പറ്റില്ല. അവർ RSSനെതിരായിട്ടുള്ള നിരോധിക്കേണ്ട സംഘടനയാണ്. ഈ RSSന്റെ നരേന്ദ്രമോദിയും മോഹൻ ഭാഗവതും അല്ലെങ്കിൽ ഈ പറയുന്ന വൈരുദ്ധ്യം പോലെയാണ്. അനിൽകുമാർ പറയുന്ന RSSനെ നിരോധിക്കേണ്ടതാണ്, പക്ഷെ സ്പീക്കറുണ്ട് ഷംസീർ പറയുന്ന RSS ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. ഈ നിരോധിക്കേണ്ട സംഘടനയുടെ 2 നേതാക്കന്മാരെ 10 ദിവസത്തിന്റെ ഇടവേളയിൽ കണ്ട് രഹസ്യ ചർച്ച നടത്തിയ ആളെ DGP ആക്കാൻ വെച്ചിരിക്കുകയാണ്. എന്തിനാ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? 1977 കേരളത്തിന്റെ നിയമസഭയിൽ RSSനെ നിരോധിക്കില്ല. പറഞ്ഞു തീർക്കട്ടെ. ഈ RSSനെ നിരോധിക്കുന്നതിനെതിരെ പ്രസംഗിച്ച നേതാവാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, മറക്കരുത്. അതുകൊണ്ട് ഇവർ പറയുന്നതൊക്കെ ഇവർ RSSന്റെ അതേ തീവ്രതയിൽ വർഗീയത പറയുന്നവരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മിഥുൻ പറഞ്ഞ കാര്യം, 2022 വിധിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചയുണ്ട്. എന്താ 2022 വിധി പോലും പറഞ്ഞിരിക്കുന്നത്? ഒരു റിലീജിയസ് പ്ലേസിന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല, പക്ഷെ അതിന്റെ പിന്നിലുള്ള ചരിത്രം അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞാണ്. ആ വിധിയാണ് ഈ രാജ്യത്ത് വീണ്ടും ഇത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് വഴിവെച്ചതെന്നുള്ളൂ. TJ ചന്ദ്രചൂഡിനെ പോലെ ഒരു വലിയ വൈരുദ്ധ്യത്തിന്റെ മുഖമായിട്ട് മാറിയത് നോക്കട്ടെ. അയോധ്യ ജഡ്ജ്മെന്റിൽ അദ്ദേഹം എഴുതി വെച്ചതിന് കടകവിരുദ്ധമായിട്ടാണ് 2022 എഴുതി വെച്ചത്. ഞാൻ സമയം കഴിഞ്ഞോണ്ടാണ് സനിൽകുമാർ ഈ RSSും BJPയും തമ്മിലുള്ള തർക്കമെന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുകയാണെങ്കിൽ കൂടി മോദി പരീക്ഷണത്തിന്റെ കാലം കഴിഞ്ഞുപോയി എന്ന അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, BJPക്കെതിരെ ഷാർപ്പായി സംസാരിക്കേണ്ട സമയത്തെല്ലാം കോൺഗ്രസിനെ വലിച്ചുകൊണ്ടുവന്ന് ദുർബലപ്പെടുത്താൻ നോക്കുന്നു നിങ്ങളെന്ന ആക്ഷേപത്തിനുള്ള മറുപടിയും. ആയിരത്തി 1991 ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. ഞങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ അത് പാസ്സാക്കുമായിരുന്നു.
RSSനെതിരെ ശരിയായ നിലപാട് എല്ലാ കാലത്തും എടുത്ത പാർട്ടിയുടെ പേരാണ്. രണ്ട്, എനിക്ക് ഒന്നാമത് ചർച്ചയ്ക്ക് സമയം കിട്ടിയില്ല. പറയൂ, താങ്കൾ രണ്ടാമത് പൂർത്തിയാക്കൂ. എനിക്കുള്ള കുറഞ്ഞ സമയത്തിനകത്ത് പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. നിങ്ങൾ സമയം ചർച്ച നിങ്ങൾ കൊണ്ടുവന്നല്ല. നിങ്ങൾ ആ നിയമനിർമ്മാണത്തിന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ, ദേശീയ ഉദ്ഘാടന സമിതിയിൽ അത് ഹർകൃഷ്ണൻ സുനിൽ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് തന്നു. BJPക്കെതിരായി ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളിടത്തോളം നിങ്ങളുടെ ഗവൺമെൻറ് വീടില്ല. മുമ്പ് നിങ്ങൾ VP സിംഗിനെ അധികാരത്തിൽ നിന്ന് ഇറക്കി. ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി അധ്വാനം നടത്തിയ രഥയാത്ര തടഞ്ഞ കുറ്റത്തിന് നിങ്ങൾ VP സിംഗിനെ ഇറക്കിയ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ നിയമം കൊണ്ടുവന്നാൽ നിങ്ങളെ പുറത്താക്കില്ല. ബാബറി മസ്ജിദ് തകർക്കുന്നത് തടഞ്ഞാൽ നിങ്ങളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ BJPയെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPM. അതൊക്കെ നമ്മുടെ നാട്ടിലെ എത്ര മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഞങ്ങൾ ചങ്കെടുത്ത് കാണിച്ചാലും ചപ്പരത്തി പോകുന്ന പറയുന്ന ആളുകളാണല്ലോ നിങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 2004 നിങ്ങൾക്ക് എങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റിയത്? ഞാൻ പറയട്ടെ, പച്ചക്കള്ളാണോ ഇത്? ഇതിലെന്താ തെറ്റ്? 2004 ഗവൺമെന്റ് ഉണ്ടായി. എങ്ങനെ ഗവൺമെന്റ് ഉണ്ടായത്? നിങ്ങളെ കേരളത്തിലെ 18 സീറ്റ് തോപ്പിച്ചിട്ട് ഞങ്ങൾ പാർലമെന്റിൽ പോയി 63 പേരെ പിന്തുണ കൊടുത്തില്ലെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാരുണ്ടോ? പറയട്ടെ, ഞാൻ പറയട്ടെ. എന്റെ സമയത്തും കൊണ്ട് പിടിച്ചാൽ മതി. എന്റെ സമയത്ത് ഞാൻ പറയും. ഇല്ല, നിഷേധം നടക്കത്തില്ല. പരിപാടി നടക്കത്തില്ല. എന്നെ ഈ ചർച്ചയ്ക്ക് വിളിക്കേണ്ട. ഞാൻ പറയുന്നത് 2004 ഞങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടോ? 2004 ഞങ്ങൾ പിന്തുണച്ചില്ലേ ഗവൺമെന്റ് ഉണ്ടോ? ആ ഗവൺമെന്റിനെ പിന്തുണച്ച് എന്നാ കിട്ടിയിട്ടാ? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന RSSന്റെ നയത്തിനെതിരെ ഗുജറാത്ത് വംശഹത്യക്ക് ശേഷം ഞാൻ പറയണത് നിഷാദ ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചയ്ക്ക് ഈ ചെറിയ കാര്യത്തിൽ സമയം കളയാനില്ല. ഞാൻ ഇല്ല. ഒന്നാമത് എനിക്ക് സമയം തന്നില്ല. അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട. നിങ്ങൾ നിർത്ത്. ഇല്ല. ഞാൻ കഴിഞ്ഞു. രഥയാത്ര എങ്ങനെ കാശ്മീരിന്ന് ബീഹാറിലെത്തിയത്? അന്ന് ലാലു പ്രസാദ് യാദവ് കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരിക്കലും. ശരി, അനിൽകുമാർ താങ്കൾ പൂർത്തിയാക്കൂ. ഇല്ല, ഞാൻ കഴിഞ്ഞു. എനിക്ക് പറയാനില്ല. ഒരു നീരസത്തിൽ അവസാനിപ്പിക്കല്ലേ, താങ്കളുടെ പോയിന്റ് പൂർത്തിയാക്കൂ. ഇത്തരം ചർച്ചയ്ക്ക് വിളിക്കരുത്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞു. അല്ല, എന്തിനാണ് ഞാൻ താങ്കളോട് നിർത്താൻ പറഞ്ഞില്ല, പിന്നെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ പിണങ്ങുന്നത്? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പിണക്കമില്ലെന്ന് നിങ്ങൾ നടത്തിക്കോളൂ. ഞാൻ നടന്നില്ല. താങ്കൾ ടേക്ക് കഴിഞ്ഞാൽ എനിക്ക് അവസാനിപ്പിക്കണം. ഞാൻ താങ്കളോട് അവസാനിപ്പിക്കാൻ പറഞ്ഞില്ല. ഈ ചെറിയ കാര്യങ്ങളുടെ പേരിൽ തർക്കിക്കാത്ത പൊളിറ്റിക്കൽ പോയിന്റ് പറയുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞില്ല, എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ RSSകാർ പറഞ്ഞതിന് മറുപടി പറയാൻ സമ്മതിക്കോ? പൊളിറ്റിക്കൽ പോയിന്റ് പിടിക്കുക, ഞാൻ കൊണ്ട് പിടിക്കുക. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ പോയിന്റ് മറുപടി ഉണ്ടോ? RSS NGO സംഘടന എന്ന് പറഞ്ഞല്ലോ. RSSന്റെ NGO രജിസ്ട്രേഷൻ ഒന്ന് കാണിച്ചേ. ഒറ്റ പൊളിറ്റിക്കൽ പോയിന്റ് മതി. ഞാൻ ഇങ്ങനെ വിളിക്കാം. ഒറ്റ പൊളിറ്റിക്കൽ ആർക്കും അറിയില്ല. എന്റെ സമയം അങ്ങോട്ട് പിടി. എന്റെ സമയം നിങ്ങൾ എന്റെ സമയത്ത് വേറെ ചർച്ചയ്ക്ക് പോരുത്. RSS ഒരു NGO ആണോ എന്നത് അനിൽകുമാർ വെറുതെ പോയെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ RSS എന്ന് പറയുന്നത് തുളിച്ചു കിടക്കുന്ന സംഘടന. ആ സംഘടന നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്നില്ല. അതിന് രജിസ്ട്രേഷൻ ഇല്ല. മോഹൻ ഭഗവത് ആരാ? മോഹൻ ഭഗവത് ഇന്ത്യ രാജ്യത്തിന്റെ ഏത് നിയമപ്രകാരമാണ് അതിന്റെ ഏതോ തലവനായിട്ടിരിക്കുന്നത്? എന്ത് കഷ്ടമായി ചർച്ച, എന്തൊരു കഷ്ടമായി. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇതാണോ നിങ്ങളുടെ പരിപാടി? നിങ്ങളുടെ പരിപാടി? കാര്യങ്ങൾ മാത്രമാണ് അനിൽകുമാർ താങ്കൾ ചോദിക്കുന്നത്. വെറുതെ താങ്കളുടെ ഫോൺ എടുത്തൊന്ന് അടിച്ചു നോക്കിയാൽ കിട്ടുന്ന. RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ല. RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഭരണഘടന ഇല്ല. അംഗത്വ രജിസ്റ്റർ ഇല്ല. ഇല്ലാത്ത ഒരു സംഘടനയാണ് ആ സംഘടന. ഇന്ത്യയിൽ അനിവാര്യമായ ഒന്നല്ല. അപ്പൊ ആ സംഘടന പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് അത്രയും മൂല്യം കൽപ്പിക്കാൻ കഴിയൂ എന്നാണ് അനിൽകുമാറിന്റെ പോയിന്റ്. ഞാൻ ഒരു 3-4-5 മിനിറ്റ് അധികമായി പോയി. സമയത്തെക്കുറിച്ച് പരാതിയുള്ള എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അവസാനിപ്പിക്കാൻ നിർബന്ധനാവുന്നു. താങ്ക് യു അനിൽകുമാർ, ശ്രീ രാജു P. നായർ, മിഥുൻ, രാഹുൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.